Good evening all. JEE Express in പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 11th ഏറ്റവും സെലക്റ്റീവായ മെക്കാനിക്സിലെ കൈനമാറ്റിക്സ് എന്ന ടോപ്പിക്കിൽ വരാവുന്ന ലോസ് ഓഫ് മോഷൻ ആൻഡ് ഫ്രിക്ഷൻ എന്ന് പറയപ്പെടുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യനിലൂടെ റിവൈസ് ചെയ്യുന്നു. നമ്മൾ പ്രോബ്ലത്തിൻ്റെ കൂടെ ഔട്ട്ലൈൻ തിയറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആക്ച്വലി ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാവുന്ന കൃത്യ എക്സാമ്പിളുകളുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അത് അങ്ങനെ എടുക്കാമെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്ത് പ്രാക്ടിക്കൽ ടച്ച് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആക്ച്വലി ഈ ടോപ്പിക്കിൽ ബേസിക്കലി സ്കൂൾ ലെവലെന്ന് പറയുന്നതൊന്നുമില്ല. നിങ്ങൾക്കറിയാം ന്യൂട്ടൻ്റെ 3 ലോയും ഇനീർഷ്യ എന്നൊരു പ്രോപ്പർട്ടിയും ഇമ്പൾസ് എന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മൊമെൻറ്റം കൺസർവേഷൻ്റെ ചില എക്സാമ്പിളും ഫ്രിക്ഷൻ്റെ ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ. ഇവിടെ എൻട്രൻസിൻ്റെ പ്രത്യേകിച്ചും JEE ലെവലിലേക്കൊക്കെ വരുമ്പോൾ അതിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F=ma എന്ന ഫോർമുല കൃത്യമായിട്ടും അനലൈസ് ചെയ്യാനും അതിനെ പ്രോബ്ലം വൈസ് ഡിവൈഡ് ചെയ്ത് അപ്ലൈ ചെയ്യാനും ഫ്രീ ബോഡി ഡയഗ്രാം എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പ്രോബ്ലം ഫുള്ള് ചെയ്യുക. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമുക്ക് അറിയാവുന്ന ഫോഴ്സുകൾ ഗ്രാവിറ്റി എന്ന ഫോഴ്സ്, നോർമൽ കോണ്ടാക്റ്റ് ഫോഴ്സ്, ടെൻഷൻ എന്ന ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, പിന്നെ സർഫസ് റഫ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫോഴ്സുകളുടെ റെപ്രസെൻറ്റേഷൻ വെച്ച് ഫ്രീ ബോഡി ഡയഗ്രാം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടും നെറ്റ് ഫോഴ്സ് ഈസിക്കൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നൊരു ഐഡിയ ഫ്രെയിം ചെയ്താൽ 90% പ്രോബ്ലം ഓക്കെയാണ്. JEE മെയിൻ ലെവലിൽ നമുക്കറിയാം ഇതിനകത്ത് കൺസ്ട്രെയിൻഡ് മോഷൻ്റെ ഹയർ ആപ്ലിക്കേഷനോ സ്യൂഡോ ഫോഴ്സിൻ്റെ കോംപ്ലിക്കേറ്റഡ് കേസുകളോ ഒന്നും വരാറില്ല. കൃത്യമായിട്ടും ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്നുള്ള ഡയറക്റ്റ് കാൽക്കുലേഷൻസ് അത് വെച്ച് ചെയ്യാവുന്ന സിമ്പിളായ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന ഐഡിയ എടുക്കുമ്പോൾ ഡയഗ്രാം വരയ്ക്കാതെ തന്നിരിക്കുന്ന ഡയഗ്രത്തേന്നോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് വെച്ച ഫോർമുല ഫ്രെയിം ചെയ്ത് പ്രാക്ടീസ് വേണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ വളരെ സിമ്പിളായ എന്നാൽ വളരെ എമർജൻസിയായ എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന പോലെ സിലബസിൽ വരാവുന്ന എല്ലാ പോയിന്റുകളും ജസ്റ്റ് കടന്നു പോകത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രീവിയസ് ഇയർ ഉണ്ട്. ബാക്കിയല്ലാതെ നമുക്ക് സിലബസിൻ്റെ കംപ്ലീഷന് വേണ്ടി എടുക്കാവുന്ന കുറച്ച് കോൺസെപ്റ്റുകളേ ഉള്ളൂ. ഞാൻ പ്രോബ്ലത്തിന് കൂടി എൻ്റെ സറൗണ്ടിങ്സോ മറ്റ് എന്തെങ്കിലും അഡീഷണൽ പോയിന്റുകളോ എക്സ്ട്രാ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പറയാം. എൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നവരും ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഷോർട്ട് കട്ടോ അഡീഷണൽ ഇൻഫർമേഷൻ തരുവാണെങ്കിൽ അതുകൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്തു പോകാം. ഞാനതിൻ്റെ കമൻറ്റ് ഒന്നും കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ സെലക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ സ്റ്റെപ്പ് കൂടെ ഒന്ന് മൈൻഡ് ചെയ്യുക. എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാവുന്ന ഐഡിയയോ നമുക്ക് കോൺസെപ്റ്റിൽ മിസ്റ്റേക്ക് വരാവുന്നതോ അല്ലെങ്കിൽ കറക്ഷൻ പറ്റാവുന്നതോ ആയ ചില ഐഡിയ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, റെഡിയല്ലേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. F=ma എന്ന് പറയുന്ന ബേസിക് ഐഡിയ വെച്ച് ഒരു ബോഡിയിൽ ഒരേ ടൈമിൽ 2 ഫോഴ്സുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്നു. അതിൽ ഒരു ഫോഴ്സിൻ്റെ വാല്യൂ കറക്റ്റ് തന്നിരിക്കുന്നു, സെക്കൻഡ് ഫോഴ്സിൻ്റെ വാല്യൂ അറിയില്ല, റിസൾട്ടൻ്റ് ഫോഴ്സ് അറിയില്ല, പക്ഷേ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ അറിയാം. മാസ് ഓഫ് ദ ബോഡി ഈസ് ഓൾസോ ഗിവൺ. വെക്ടർ അഡീഷൻ്റെ ചെറിയൊരു കോൺസെപ്റ്റോടെ കയറി വരും അല്ലേ? ഒരു ക്യുമുലേറ്റീവ് ടൈപ്പാണ്. വെക്ടർ അഡീഷൻ കൂടെ അതിനോട് റിവൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 kilogram ബോഡി, നെറ്റ് ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് 11 meter/second² ആൻഡ് ഇറ്റ് ഈസ് 30 degree നോർത്ത് ഓഫ് ഈസ്റ്റ്. നോർത്ത് ഓഫ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റിൽ നിന്ന് 30 degree നോർത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വേണം നെറ്റ് ആക്സിലറേഷൻ. ആൻഡ് യു നോ നെറ്റ് ആക്സിലറേഷൻ ഈസ് അലോങ് ദ ലൈൻ ഓഫ് നെറ്റ് ഫോഴ്സ്. നെറ്റ് ആക്സിലറേഷനും നെറ്റ് ഫോഴ്സും ഒരേ ലൈനിലായിരിക്കും. റിസൾട്ടൻ്റ് ആക്സിലറേഷൻ എപ്പോഴും റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ലൈനിലായിരിക്കും. ഞാൻ ഫെയർ ഒന്നുകൂടെ മോഡിഫൈ ചെയ്താൽ നോർത്തിലേക്ക് ഒരു ഫോഴ്സ് നമുക്ക് F1 എന്ന് മാർക്ക് ചെയ്യാം. ഈസ്റ്റിലേക്ക് F2 എന്ന സെക്കൻഡ് ഫോഴ്സ്. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് റിസൾട്ടൻ്റ് ആക്സിലറേഷൻ മേക്സ് ആൻ ആംഗിൾ 30 degree നോർത്ത് ഓഫ് ഈസ്റ്റ് എന്നാണ്. അപ്പോൾ ആക്ച്വലി ഇത് F1 ആണ്,
ഈ ഫോഴ്സ് F2 ആണ് എങ്കിൽ ക്യാൻ ബി എനി വാല്യൂ. 30 എന്നത് ഈ കേസിലെ ആൻസർ അല്ലേ. ജനറൽ സിമ്പിളാണ്. F1 and F2 are two mutually perpendicular forces acting on a body, and F1 is towards north, F2 is towards east. Resultant acceleration makes an angle 30 degree north of east, and the value of acceleration is given as 11 meter per second square. Normally ഈ പ്രോബ്ലം പിള്ളേർ ചെയ്യുന്നത് അവർ റിസൾട്ടൻ്റ് ആക്സിലേഷൻ അറിയാം, മാസ് ഇൻറ്റു ആക്സിലേഷൻ റിസൾട്ടൻ്റ് ഫോഴ്സ് കിട്ടും. ശരിയല്ലേ? F1 അറിയാം, F2 അറിയില്ല, നെറ്റ് ഫോഴ്സ് അറിയാം. വെക്ടർ അഡീഷൻ വെച്ച് F ഈസിക്കൽ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എന്നെടുക്കാം. F1 is given. F can be calculated using mass into acceleration, and F2 is actually the only unknown variable, right? F1 അറിയാം, F2 അറിയില്ല, പക്ഷേ F1ൻ്റെയും F2ൻ്റെ റിസൾട്ടൻ്റ് അറിയാം. അങ്ങനെ F ഈസിക്കൽ റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എന്ന ഐഡിയയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ബട്ട് വെക്ടറിൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡിലേക്ക് മാറ്റാം ഇത്. ആൻഡ് ആൻസർ ഈസ് വെരി സിമ്പിൾ. ഈ F1 എന്ന ഫോഴ്സിനെ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. F1 and F2 are mutually perpendicular. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അതൊരു ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ അല്ലേ. F2ൻ്റെയും F1ൻ്റെയും റിസൾട്ടൻ്റ് ആണ് F എന്ന് പറയപ്പെടുന്ന നെറ്റ് ഫോഴ്സ്, റൈറ്റ്? സോ നമ്മൾ നെറ്റ് ഫോഴ്സ് കാണുന്നില്ല, മാസ് ഇൻറ്റു ആക്സിലേഷൻ എടുക്കുന്നില്ല, റിസൾട്ടൻ്റ് എന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നില്ല. ആൻഡ് ഫ്രം ദ ട്രയാങ്കിൾ tan theta is equal to opposite side by adjacent side, F1 by F2, and tan 30 is actually 1 by root 3, and F2 is unknown. F2 is unknown force, and F2 is actually F1 into root 3. F1 is 11. F1 is given as 11 Newton. F1 is 11. F2 is to be calculated. So answer is very direct. 11 into root 3 എന്ന് കിട്ടും. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അതിലൊരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തു. എന്താ? ആക്സിലറേഷൻ എന്ന 11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതവിടെ നമ്മൾ യൂസ് ചെയ്തേയില്ല. മാസ് ഇൻറ്റു എ എടുത്ത് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ എടുത്ത് അതിനെ സ്ക്വയർ ചെയ്ത് F2 എന്ന് പറയപ്പെടുന്ന അൺനോൺ വേരിയബിൾ സോൾവ് ചെയ്തില്ല. മറിച്ച് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ tan theta ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഫിസിക്കൽ എമ്മയുടെ ആപ്ലിക്കേഷനാണ് അല്ലേ, വെക്ടർ അഡീഷൻ്റെ ആപ്ലിക്കേഷനാണ്. ഷിഫ്റ്റിങ്ങിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ട്രയാങ്കിൾ ലോയുടെ ആപ്ലിക്കേഷനാണ്. ഫോഴ്സ് മാസ് ആക്സിലേഷൻ സിമ്പിളായൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ്, മറിച്ച് ഡയറക്റ്റ് ഒരൊറ്റ ഇക്വേഷൻ tan theta ഈസ് ഈക്വൽ F1 ബൈ F2 എന്നെടുത്ത്. കാണാതെ പഠിക്കരുത്. ആംഗിൾ മാറുമ്പോൾ ആൻസർ മാറും, ഡയറക്ഷൻ മാറുമ്പോൾ ആൻസർ മാറും. നോർത്ത് ഓഫ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈസ്റ്റിൽ നിന്ന് നോർത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. 45 ഡിഗ്രി ആണെങ്കിൽ ജസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. അതാണ് കോൺസെപ്റ്റ്. 30 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്, ഈസ്റ്റ് എന്ന ലൈനിൽ നിന്ന് 30 ഡിഗ്രി നോർത്തിലേക്ക് മാറിയാണ് നെറ്റ് ഫോഴ്സ് ഓർ നെറ്റ് ആക്സിലറേഷൻ എന്നാണ്. നമ്മൾ എല്ലാ പ്രോബ്ലങ്ങളും നല്ല പ്രോബ്ലം ആണെങ്കിലും അതെല്ലാം ഒന്നല്ല 2 സ്റ്റെപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് സിംപ്ലിഫിക്കേഷൻ ഇല്ല. അങ്ങനെ വേണം അത്. ഫിഗർ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിലും ഒക്കെ എടുത്ത് വരയ്ക്കാൻ പോകരുത്. ഡയറക്റ്റ് അതിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടത്തണം. എല്ലാവരും ചെയ്ത് കാണുമെന്ന് കരുതുന്നു. നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചവർക്ക് കുഴപ്പമില്ല. ട്രയാങ്കിളോടെ റിവിഷനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പാസ് ചെയ്യാം. സെക്കൻഡ് വൺ, ഇതൊരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ വളരെ സിമ്പിളായ തിയററ്റിക്കൽ ആസ്പെക്റ്റാണ്. എ ബോഡി ബി slides down a smooth inclined plane when released from the top. Another body of same mass falls freely from the top of the inclined plane. We can take a diagram for that. തിയറി ആണെങ്കിലും അതിൽ ചില കോൺസെപ്റ്റുകൾ നമുക്ക് എമർജൻസിയാണ്. Here's an inclined plane with angle of inclination theta, and height can be taken as h. Length of the inclined plane, for example, take it as x. And first body is placed at the top of this inclined plane. If its initial velocity is 0, you know, it will slide along the surface with uniform acceleration. Initial velocity of the body is 0. It will slide along the surface with the uniform acceleration, and that acceleration is very simple. That is equal to g sin theta.
ഹൊറിസോണ്ടൽ അല്ലാത്ത ഒരു സർഫസിലൂടെ സ്മൂത്ത് ആണെങ്കിൽ സ്ലൈഡിംഗ് ബോഡിയുടെ ലീനിയർ ആക്സിലറേഷൻ ഈസ് ഓൾവേസ് g sin theta and the body will reach the bottom with a velocity v1. At the same time, a second body is placed here. And it is actually falling freely. It will touch the ground with a velocity v2. And its initial velocity is also 0. Second one is falling freely, and first is a sliding body. Clear? And for calculating v1 or v2, v2 is very simple. v2 is equal to root 2gh. From motion under gravity is an example of a freely falling body, and also we can take it from energy conservation. mgh equal to half mv square. Non-conservative force absent ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. Otherwise you can use the equation v square is equal to u square plus 2as. And how will you calculate v1? And there is a change. v1 is equal to root of the 2g sin theta into x, right? It is falling freely with the g, but second body is falling with a g sin theta, sliding with g sin theta. And you can modify. Sin theta can be taken as h by x. Sin theta can be taken as h by x from the diagram. So you can modify x is equal to h by sin theta, right? X and h by sin theta idumbo actually v1 is equal to root of 2g sin theta into h by sin theta. What do you mean by that? Sin theta cancels and answer is again root 2gh. First body is sliding, second body is falling, and v1 is equal to v2 is equal to root 2gh. ഇത് കാണുമ്പോൾ പിള്ളേർ with the same velocity and option ഉണ്ട്, but actually that is incorrect. Turning point. v1 equal to v2 എന്ന് കിട്ടുമ്പോൾ v1 equal to v2 equal to root of 2gh എന്ന് കിട്ടുമ്പോൾ actually that is incorrect. Since velocity is a vector quantity, v1 is like this and v2 is vertically down means the directions are entirely different. Two vectors are said to be equal if they possess same magnitude and same direction. രണ്ട് വെക്ടേഴ്സിൻ്റെ ഈക്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയാൽ പോരാ, ഡയറക്ഷൻ കൂടെ സെയിം ആകണം. ആ സെൻസിൽ വിത്ത് സെയിം വെലോസിറ്റി എന്ന ഓപ്ഷൻ തെറ്റാണ്. കറക്ഷൻ വരാവുന്ന സിമ്പിളായ ഒരു തിയററ്റിക്കൽ അപ്രോച്ച്. ആൻഡ് ദേ പൊസസ് സെയിം മാസ്, another body of same mass. Same mass means same momentum, and the answer is also incorrect. Why? Momentum is also vector quantity. Direction of v1 is not equal to that of v2. So direction of this momentum is not equal to this momentum. First bodyക്കും second bodyക്കും momentum ഒരേ magnitude ആണെങ്കിലും direction different ആണ്. So it's also incorrect. And we can take the answer as same kinetic energy. Simple kinetic energy is a scalar quantity and it possesses magnitude alone. Energy magnitude ullu. So v1 equal to v2 means half m v1 square is equal to half m v2 square means they are equal in all sense. അതിന് ഡയറക്ഷൻ്റെ ഐഡിയ ഇല്ലല്ലോ, സെയിം ആൻസർ ആണ്, സെയിം വാല്യൂ ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ കുട്ടികൾ ചോദിക്കും ഒരു ഓപ്ഷൻ കിടപ്പാണ് ടൈം ടേക്കൺ ആർ നോട്ട് ഈക്വൽ. അത് സിമ്പിൾ അല്ലേ, നമുക്കറിയാം ഈ ബോഡിക്ക് പ്രാക്ടിക്കലി എന്താണ് ആക്സിലേഷൻ കൂടുതലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കുറവാണ്. സോ ടൈം കുറവായിരിക്കും. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ ബോഡിക്ക് ടൈം t1 എന്ന് പറയുന്നത് റൂട്ട്സ് 2x by g sin തീറ്റയാണ്, root 2h by g. And for the second body t2 is equal to root 2h by g. You can compare. Actually t1 is not equal to t2. Sin theta can be replaced by, x can be replaced by h by sin theta. So this result becomes, t1 becomes 1 by sin theta into root 2h by g. And we can compare
T1 is equal to 1 by sin theta into root 2h by g, and T2 is equal to root of 2h by g means T2 is equal to T1 is equal to T2 by sin theta. They are connected. Sin theta is actually not equal to 1. So T1 not equal to T2. Same time in the option, that's also incorrect. A relation could get falling body at a time, sliding body at time, T1 equal to T2 by sin theta. T1 is equal to T2 by sin theta means T1 is greater than T2. Falling body at time, it will reach the ground first. Same velocity, same speed, same momentum, same kinetic energy, same time. എത്രയോ പോയിന്റുകളാണ് സിമ്പിളായ തിയറിയിൽ അല്ലേ? സെയിം സ്പീഡ് കറക്റ്റാണ്, സെയിം വെലോസിറ്റി ഇൻകറക്റ്റാണ്, സെയിം മൊമെൻറ്റം ഇൻകറക്റ്റാണ്, സെയിം കൈനറ്റിക് എനർജി കറക്റ്റാണ്, കൈനറ്റിക് എനർജി ഡയറക്ഷൻ ഇല്ല, സെയിം ടൈം ഈസ് ഓൾസോ ഇൻകറക്റ്റ്. ആൻഡ് T1, T2 they are related by the equation T1 is equal to T2 by sin theta. T1 is equal to 1 by sin theta into root 2h by g, and T2 is equal to root 2h by g. നമ്മൾ ലെവൽ ഗ്രൗണ്ട് അല്ലാതെ വരാവുന്ന, ഫ്രിക്ഷൻ ഇല്ലാതെ വരാവുന്ന സ്മൂത്ത് സർഫസിൻ്റെ സിമ്പിളായ ആപ്ലിക്കേഷനാണ്. ഇതൊരു പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് പിള്ളേർ വർക്കൗട്ട് ചെയ്യണമെന്നില്ല. അവർ ആൻസർ ടിക്ക് ചെയ്യുമ്പോൾ അറിയാതെ സെയിം വെലോസിറ്റി വന്നെങ്കിൽ അതിൽ വരാവുന്ന മോഡിഫിക്കേഷനാണ് നോക്കേണ്ടത്. പാസ് ചെയ്യാം. തേർഡ് വൺ. Actually, it is a position time graph, and you know the slope of the position time graph gives the velocity of the body, right? And in the first 2 seconds, the graph is a straight line with constant positive slope, and slope gives velocity means in the first 2 seconds the body is moving with uniform velocity, and you can calculate that velocity by taking the slope. Slope means a tan theta. Tan theta is equal to opposite side by adjacent, and the initial velocity of the body u is equal to a tan theta is equal to opposite side by adjacent side means 4 by 2 equal to 2 meter per second. It is a positive value. Slope is positive. Slope is constant, and velocity is positive. Velocity is constant. Up to 2 seconds, the body is moving with a uniform positive velocity of 2 meter per second. Up to 2 seconds. And at the end of the second seconds, the slope of the graph becomes 0, means velocity becomes 0, means body comes to rest, means its final velocity v can be taken as 0. So there is a sudden change in velocity, and the impulse is to be calculated. Impulse is actually the product of average force and time taken, or impulse can be taken by change in momentum of the body, and which is convenient method here. Simple. Mass of the body is given. Initial velocity is calculated. Final velocity is actually 0. Which method? Change in momentum. Very simple. Impulse is equal to change in momentum means final momentum minus initial momentum means impulse is equal to change in momentum means delta p is equal to m into v minus u. ചെയ്ത് കാണുമെന്ന് കരുതുന്നു. അവിടെയും സൈൻ്റെ പ്രശ്നം വരും. ഞാൻ കറക്ഷൻ വരാവുന്ന വളരെ എമർജൻസിയായ വളരെ സിമ്പിളായ ഒരു സ്റ്റെപ്പിൽ ചെയ്യാവുന്ന പ്രോബ്ലങ്ങളാണ് എടുത്തിരിക്കുന്നത് കൂടുതലും. ബട്ട് പിള്ളേർക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. ഫൈനൽ മൈനസ് ഇനിഷ്യലൊക്കെ എടുക്കുമ്പോൾ കെയർ ചെയ്തേ പറ്റുള്ളൂ. Mass of the body is simply 0.1 kilogram. Final velocity is actually 0. U is calculated from the graph, position time graph, and slope of the position time graph gives velocity. If slope is 0, velocity is 0. If slope is constant, velocity is constant. If slope is positive, velocity is positive. If slope is negative, velocity is negative. The xt graph in slope revision, and actually it's also a cumulative type. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് വി ആണെന്ന് അറിയാമെങ്കിലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പൾസിൻ്റെ 2 ആസ്പെക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇമ്പൾസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഇൻ്റർവൽ എടുക്കാം. ഇമ്പൾസ് ഈസ് ഓൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാണ്. എം ഇൻറ്റു വി മൈനസ് യു. ആൻസർ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. എം ഇൻറ്റു വി മൈനസ് യു മീൻസ് മാസ് ഈസ് ഗിവൺ ആസ് 0.1. 0.1 ഇൻറ്റു 0 മൈനസ് 2 എന്ന് കിട്ടും.
Minus 2 into 0.1, I think the answer is second choice. വർക്കൗട്ട് ചെയ്തവർക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. പിള്ളേർ ഇമ്പൾസ് എന്ന് കാണുന്ന ഫോഴ്സിൻ്റെ ടൈം ആലോചിക്കും. ഫോഴ്സ് ഈസ് നോട്ട് ഗിവൺ, വെലോസിറ്റി ഈസ് ഗിവൺ. അത് മതി, നമുക്ക് ഫോഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് യൂണിഫോം മോഷൻ അല്ലേ. രണ്ടാമത്തെ സെക്കൻഡിൻ്റെ എൻഡിൽ സഡനായിട്ട് വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വരുന്നു എന്നാണ്. അതിൻ്റെ മീനിങ് അവിടെ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു എന്നാണ്. ബട്ട് ദാറ്റ് ഫോഴ്സ് ഈസ് നോട്ട് ഗിവൺ. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം നമുക്ക്. വെലോസിറ്റിയുടെ ചേഞ്ച് എടുത്തിട്ട് മാസ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത് ഫോഴ്സിലേക്ക് പോകാം, ശരിയല്ലേ? ബട്ട് സഡൻ ചേഞ്ച് ആണ് ഇവിടെ. അതിന് മീനിങ് അവിടെ ഇൻ്റർവെല്ലില്ല. രണ്ടാമത്തെ സെക്കൻഡിലെ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പോയിന്റിലെ ചേഞ്ച് ഇൻ മൊമെൻ്റമാണ് സേഫ് മെത്തേഡ്. അപ്പോൾ പഠിപ്പിച്ചത് അവിടെ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ലൈൻ ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി എന്നൊരു കോൺസെപ്റ്റ് വന്നു. അതുകൂടാതെ ചേഞ്ച് ഇൻ മൊമെൻ്റം ഈക്വൽ ടു ഇമ്പൾസ് എടുക്കണം. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആൾവേസ്. നമ്മൾക്ക് ഇമ്പൾസിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ. ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടില്ല. ഹിറ്റിംഗ് എ ബോൾ ബൈ എ ബാറ്റ്. വെരി ഗുഡ് സിറ്റുവേഷൻ. എ ഗോൾഫ് ബോൾ 0.5 kilogram placed with T struck by a golf club. Speed of the ball as it leaves the T is 100 meter per second. The time of contact is 0.02 seconds. Force decreases to 0 linearly with the time means the force acting on the body is not constant. So it's an example for variable force. ലീനിയർ വേരിയേഷൻ ആണെങ്കിൽ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ടൈം ടേക്കൺ, അതാണ് നോർമൽ മെത്തേഡ്. നോട്ട് ചെയ്യണേ. ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ, യൂണിഫോം വേരിയേഷൻ ആണെങ്കിൽ ഇമ്പൾസ് ഇൻ എനി ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു ടൈം ഇൻ്റർവെല്ലാണ്. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു F average into delta T, and that is also equal to M into delta V. Why? Impulse is also equal to change in momentum. That is a product of average force and time interval. ഒരു ക്വസ്റ്റ്യനും നമുക്ക് രണ്ടിൽ കൂടുതൽ സ്റ്റെപ്പ് വരികയല്ല കേട്ടോ. അതാണ് ഇമ്പൾസിനെ സ്ട്രോങ് ആക്കുക. എല്ലാ തിയററ്റിക്കൽ ഏരിയയും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം, അത്രയേ ഉള്ളൂ. M into delta V is equal to F into delta T, and you can calculate F average. That is very simple. F average is equal to M into delta V divided by the time interval, and mass of the golf ball is given as 0.05. Delta V is equal to 100 meter per second. Change in velocity. Time interval is 0.02 seconds. Will you please calculate? നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. 0.05 ഇൻറ്റു വെലോസിറ്റി ചേഞ്ച് 100 meter per second divided by time interval is 0.02, and the calculation is so simple. I think it is 250 Newton, right? This actually 5 divided by 0.02. 0.05 by 0.02 will give 5 by 2. 5 by 2 എന്ന് കിട്ടും. 500 by 2. 250 Newton. There is an answer. 250 Newton, but that is incorrect. നമ്മൾ കണ്ടുപിടിച്ചത് ആവറേജ് ഫോഴ്സ്. ചോദ്യം ആവറേജ് ആണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ ബോളിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് ഫോഴ്സ് ആണ് ആവശ്യപ്പെട്ടതെങ്കിൽ answer is direct. 250 Newton is the actual answer, but here that is incorrect. Why? That's a turning point. Force at the beginning of contact. Force decreases to 0 linearly with the time എന്ന് പറയുമ്പോൾ കോണ്ടാക്റ്റിൻ്റെ ബിഗിനിങ്ങിലെ ഫോഴ്സ് എന്ന് പറയുന്നതും എൻഡിലെ ഫോഴ്സ് എന്ന് പറയുന്നതും എടുക്കുമ്പോൾ ബിഗിനിങ്ങിൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. കോണ്ടാക്റ്റ് വിടുന്ന സമയത്ത് ആ ഫോഴ്സ് 0 ആയിരിക്കുകയും ചെയ്യും. So 250 gives the only average force. 250 Newton gives the average force, and force at the beginning of contact, initial force is greater than that value. So without calculation you can take it as 500. 250 കൂടുതലായിരിക്കും, no doubts.
250 ആവറേജ് വാല്യൂ അല്ലേ, ഫൈനൽ 0 അല്ലേ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവറേജ് 250 വരണമെങ്കിൽ ഫൈനൽ 0 ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഇനിഷ്യൽ ഫോഴ്സിൻ്റെ വാല്യൂ 500 ആയിരിക്കണം. ഇനിഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 = 250 എന്നല്ലേ. സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ഇമ്പൾസ്. Impulse is a product of force and time interval, and that is also equal to change in linear momentum of the moving body. അത് കേസിൽ ഗ്രാഫേന്ന് നമ്മൾ XT ഗ്രാഫേന്ന് V എടുത്തിട്ട് V വെച്ച് ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുത്തിട്ട് ആ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൽ നിന്ന് ഇമ്പൾസ് കണ്ടുപിടിച്ചു. ഇവിടെ ഫോഴ്സും ടൈമും വെച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇക്വേറ്റ് വെച്ച് അതിന് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ബേസ്ഡ് ഓൺ ഇമ്പൾസ്. ചെയ്തവരുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, അല്ലാത്തവർക്ക് സ്റ്റെപ്പ് നോക്കാം. 250 എന്ന ആൻസറിന് കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ കെയർഫുൾ ആയിരിക്കുക. എക്സാമിന് പഠിച്ച ആവറേജ് ഫോഴ്സ് ഡ്യൂറിങ് ദിസ് ഇൻ്റർവെൽ എന്നാണെങ്കിൽ ആൻസർ ഈസ് സിംപ്ലി 250. അല്ലെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും 500 ആവും. പാസ് ചെയ്യുവാണേ. ഇമ്പൾസിൻ്റെ മൂന്നാമത്തെ എക്സാമ്പിളാണ് ഫിഗർ വഴി തന്നിരിക്കുന്നു. കണ്ടോ, ഒരു ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന എല്ലാ മോഡലും ഓരോന്നും നമ്മൾ കറക്റ്റ് ചെയ്യാണ്. ഹിയർസ് എ ബോൾ സ്ട്രൈക്കിംഗ് എ ബാറ്റ്, 0.5 kilogram ball, initial velocity 12 meter per seconds, striking angle with the ball is 30 degree, reflected with the same speed and same angle. Ball is in contact with the ball for 0.25 seconds. Force, average force ആണ്, അല്ലാതെ ബിഗിനിങ്ങിലെ ഫോഴ്സോ എൻഡിലെ ഫോഴ്സോ ഒന്നല്ല. ചൂസ് ദ ആവറേജ് ഫോഴ്സ്. നമുക്ക് ആ ഡയഗ്രാം ഒന്ന് മാറ്റി വരയ്ക്കാം. ഹിയർസ് എ വെർട്ടിക്കൽ ബോൾ ആൻഡ് എ ബോൾ ഈസ് ഇനിഷ്യലി മൂവിങ് ലൈക്ക് ദിസ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ലൈക്ക് ദിസ്. ദിസ് ആംഗിൾ ഈസ് തീറ്റ. വാട്ട് മേ ബി ദ വാല്യൂ? തീറ്റ. Initial momentum is m into v, final momentum is also m into v. Actually, their magnitudes are equal, but directions are not equal. So initial momentum is not equal to final momentum. They are entirely different. And change in momentum will give impulse that is equal to product of average force and time interval. Same aspect alle. തന്ന രീതി മാറി. F average into delta t is equal to m into delta v or change in momentum. ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണുമ്പോൾ വെക്റ്റർ സബ്ട്രാക്റ്റിന് ഷോർട്ട് കട്ട് ഉണ്ട്. ഐ മീൻ എ എന്ന വെക്ടറിൽ നിന്ന് ബി എന്ന വെക്ടർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ, ആംഗിൾ ഫെമിലിയർ ആണെങ്കിൽ, ദർ ഇസ് എ ഷോർട്ട് മെത്തേഡ്. √(a² + b² - 2ab cos തീറ്റ ആവശ്യമില്ല. മറിച്ച് 2a sin θ/2 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സോ ആ ഫോർമുലയിലേക്ക് മോഡിഫൈ ചെയ്യാം. ആക്ച്വലി എം ബി ഈസ് അലോങ് ദിസ് ലൈൻ. The total angle between initial and final momentum is this total angle, that is actually 2 theta. Theta 30 degree means 2 theta 60 degree means F average into a time interval is equal to delta p. Formula is 2 into mv into sin θ/2 എന്നാണ്. Where theta is angle between initial momentum and final momentum. That's all. Theta is angle between initial momentum and final momentum. Theta is the angle between initial momentum and final momentum. And now initial momentum is along this line, final momentum is along this line. And angle between them is actually 2 theta, 2 into 30, 60 degree. Right? So F average into delta t is equal to 2 mv into sin 30 is 1/2. And 2 cancels. Sin 60 അല്ല കേട്ടോ, sin 30 ആണ്, sin θ/2. ഈ ഫോർമുല വളരെ എമർജൻസി ആണ്. സെയിം വെക്ടേഴ്സിൻ്റെ, സെയിം വാല്യൂ ഉള്ള വെക്ടേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. ഡിഫറൻസ് അല്ല, ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. ആൻഡ് ആൻസർ ഈസ് വെരി സിമ്പിൾ. F average is equal to m into v divided by the time interval for it. Mass of the ball is
0.5 kilogram, velocity 12 meter per second, and time taken is 0.25. 0.5 into 12 divided by 0.25 on the git. 0.5 by 0.25 will give 2 into 12 give answer is, I think it is 24 Newton is the right answer. You can check it. Hitting a ball by a bat. It's the best example for impulse. Change in momentum. Final momentum minus initial momentum. They are numerically equal. And there's a shortcut. 2 mb sin theta by 2. 2 mb sin theta by 2. Theta means the angle between initial mb and final mb. And here the total angle is 60 degree. So theta by 2 gives 30 degree. Sin 30 is 1 by 2. And answer is very direct. Ball wall exert ചെയ്യുന്ന ഫോഴ്സ്. ബോൾ വോളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് എഫ് ആവറേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ഇൻ്റർവൽ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ഇമ്പൾസിൻ്റെ മാത്രം ആപ്ലിക്കേഷനാണ് കേട്ടോ. ഇമ്പൾസ് അത് ഒത്തിരി ചാൻസ് ഉള്ള ഏരിയയാണ്. ഗ്രാഫ് വെച്ച് ഡയറക്റ്റ് ഫിഗർ വെച്ച് ഡയറക്റ്റ് പ്രോബ്ലം ന്യൂമറിക്കൽ വാല്യൂ തന്നിട്ട് അത്രയും ചാൻസ് ഉണ്ട്. നമ്മൾ ഓരോ ഏരിയയിൽ വരാവുന്ന പോസിബിലിറ്റികൾ കവർ ചെയ്യാം. ആൻസർ കിട്ടിയവരുണ്ടാകും, തെറ്റിപ്പോയവരുണ്ടാകും. ഈ ഷോർട്ട് കട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ ആണ് എക്സ്ട്രാ തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിനെ റിസോൾവ് ചെയ്ത് വെറുതെ സമയം കളയരുത്. റിസോൾവ് ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ നമ്മൾ ഒഴിവാക്കുക കേട്ടോ. ഏത് പ്രോബ്ലവും നമ്മൾ സ്റ്റെപ്പ് കുറച്ച് ചെയ്യുക എന്ന കോൺസെപ്റ്റിലാണ്. 6th one, നമ്മൾ ഈ മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിഫ്റ്റൊക്കെ എടുക്കാറില്ലേ? ലിഫ്റ്റിനകത്തൊരു ആൾ നിൽക്കുന്നു. ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് വെർട്ടിക്കലി അപ്പ്. അതിൽ സ്യൂഡോ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചൊക്കെ നമ്മൾ നോർമൽ കോണ്ടാക്റ്റ് ഫോഴ്സ് കാണാറുണ്ട്. പിന്നെ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബ്ലോക്കിനെ നമ്മൾ സ്ട്രിങ് ഉപയോഗിച്ച് മുകളിലേക്ക് പൊക്കുന്നു. അപ്പോൾ ടെൻഷൻ്റെ വാല്യൂ ബ്ലോക്കിൻ്റെ വെയിറ്റിനേക്കാളും ഈക്വൽ ആകുന്നു, കൂടുതലാകുന്നു. അങ്ങനെ വരുന്ന കേസില്ലേ, അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ടെൻഷൻ ഇൻ ദ കേബിൾ സപ്പോർട്ടിങ് എ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്. മൂവിങ് അപ്വേർഡ് എന്ന് പറയുമ്പോൾ മൂവിങ് അപ്വേർഡ് വിത്ത് ആക്സിലറേഷൻ ആയിരിക്കും. ഇങ്ങനെ പ്രോബ്ലം ഒരു കാരണവശാലും നമ്മൾ വെറുതെ അനാവശ്യ തിയറി ഒന്നും അതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്യിക്കരുത്. എം ജി എന്ന വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ അത് ലിഫ്റ്റായാലും ഏത് ബോഡി ആയാലും ടി എന്ന ടെൻഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഫ്രീ ബോഡി ആസ്പെക്റ്റ് വെച്ച് ടി എങ്ങാനും എം ജിയോട് ഈക്വൽ ആണെങ്കിൽ ദിസ് ബോഡി ഈസ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ എന്നാണ് പറയുക. ടി എങ്ങാനും എം ജിയോട് ഈക്വൽ ആണെങ്കിൽ. And if it is accelerating up, then it is leading. Tension is the leading force, right? So, മുകളിലേക്കാണ് ആക്സിലറേഷൻ എങ്കിൽ ടെൻഷൻ ഈസ് ലീഡിങ് ഫോഴ്സ് ആൻഡ് ടി മൈനസ് എം ജി ഈസിക്കൽ എം എ എന്നാണ് കിട്ടുക, റൈറ്റ്? ടി മൈനസ് എം ജി ഈസിക്കൽ എം എ ക്ലാസ്സിൽ പഠിച്ച കേസ് ആയിരിക്കാം. ടി മൈനസ് എം ജിക്കൽ എം എ മീൻസ് ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. T is equal m into g plus a if the system is accelerating vertically up. Tension is equal m into g plus a. And similarly, if the system is accelerating down by the same value, here mg is leading. mg വലുതായത് കൊണ്ടല്ലേ. എം ജി മൈനസ് ടെൻഷൻ ഈസിക്കൽ എം എ അല്ലേ? എം ജി മൈനസ് ടെൻഷൻ ഈക്വൽ എം എ ആണെങ്കിൽ ടി എന്ന് പറയുന്നത് എം ഇൻറ്റു ജി മൈനസ് എ. ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഈ ഒരു 2 കേസുകളാണ്. ഇത് ബോഡി ലിഫ്റ്റിനകത്ത് ഇരിക്കുവാണെങ്കിൽ നോർമൽ കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ ചേഞ്ചാണ്. എൻ ഗ്രേറ്റർ ദാൻ എം ജി ഇഫ് ദ ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് വെർട്ടിക്കലി അപ്പ് ആൻഡ് എൻ ഈസ് ലെസ് ദാൻ എം ജി ഇഫ് ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് വെർട്ടിക്കലി ഡൗൺ. And if the lift is falling freely, then n becomes 0. Motion of a body inside a lift. അല്ലെങ്കിൽ ഒരു ആനിമൽ ഒരു സ്ട്രിങ്ങെ കൂടെ കയറി പോകുന്നു. ബ്രേക്കിംഗ് സ്ട്രെങ്ത് വെച്ച് ക്വസ്റ്റ്യൻ വരാറില്ലേ? ടി മാക്സിമം ഇസിക്കൽ എം ഇൻറ്റു ജി പ്ലസ് എ. ആനിമലിൻ്റെ വെയിറ്റിംഗ് തന്നിട്ട് മാസ് തന്നിട്ട് സ്ട്രിങ്ങിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് തന്നിട്ട് വിത്ത് വാട്ട് മാക്സിമം ആക്സിലേഷൻ ഇറ്റ് ക്യാൻ ക്ലൈംബ് അപ്പ് അലോങ് ദ റോപ്പ്. എല്ലാം ഒരേ കാറ്റഗറിയാണ്. അപ്വേർഡ് ക്ലൈംബിംഗ് ആണെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം ഇൻറ്റു ജി പ്ലസ് എ വെച്ചും, ഡൗൺവേർഡ് സ്ലൈഡിംഗ് ആണെങ്കിൽ എമ്മിൻ്റെ ടെൻഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം ഇൻറ്റു ജി മൈനസ് എ വെച്ചും കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് അതിൻ്റെ ജനറൽ അപ്രോച്ചാണ്. ആൻഡ് വാട്ട് അബൌട്ട് അവർ ക്വസ്റ്റ്യൻ?
tension in the cable supporting the lift moving upward is twice the tension when the lift is moving down with the same acceleration. Upward movement tension value T1 downward motion tension value T2 ആണെങ്കിൽ and in our question T1 is 2 times T2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. T1 is equal to 2 times T2, right? So M into G plus A is equal to 2 times M into G plus A is equal to 2 times M into G minus A. 2 times M into G minus A എന്നാണ്. അതിൽ നമുക്ക് M ക്യാൻസലായി പോകും. G plus A is equal to 2G minus 2A എന്ന് കിട്ടും on removing the brackets, and 3A is equal to G. A is actually G by 3. G by 3 second choice is the right answer for question number 6. സിംപ്ലിഫിക്കേഷൻ അല്ല സിഗ്നിഫിക്കൻ്റ് ആയത്. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ കാണുമ്പോൾ M into G plus A, ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ കാണുമ്പോൾ M into G minus A എടുക്കാം എന്നുള്ളതാണ്. ഫ്രീലി ഫാളിംഗ് ആണെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. യൂണിഫോം വെലോസിറ്റിയിലാണ് മോഷനെങ്കിൽ ടെൻഷൻ്റെ വാല്യൂ mg ആയിരിക്കും. ഞാനൊരു ക്വസ്റ്റിനും അതിൻ്റെ മെയിനായ പോസിബിലിറ്റിയും അതിൻ്റെ ബാക്കി സറൗണ്ടിങ്സും പറഞ്ഞാണ് പോവുക. ആൻഡ് ദ ക്വസ്റ്റൻ ഈസ് ബേസ്ഡ് ഓൺ മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിഫ്റ്റ് ഓർ ക്ലൈംബിംഗ് എൻ ആനിമൽ എലോങ് എ റോപ്പ്. അങ്ങനെ വരാവുന്ന ക്വസ്റ്റിൻ്റെ കാറ്റഗറിയാണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പ്രോഗ്രാം A pendulum of 100 gram mass is suspended from ceiling of a compartment of a train. Train has an acceleration A as shown in the figure. String makes an angle theta 60 degree with the vertical. The value of acceleration is കോച്ചിങ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നവർക്ക് അത് പല പല ഫ്രെയിമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ട്രെയിനിൻ്റെ ഫ്രെയിമിൽ നിന്നൊക്കെ മാറി മാറി ചെയ്ത് സ്യൂഡോ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നമുക്കൊരു ആൻസറാണ് വളരെ ഫാസ്റ്റായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഏറ്റവും സിമ്പിളായിട്ട് സ്യൂഡോ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത പിള്ളേരാണെങ്കിൽ ജസ്റ്റ് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് ചെയ്തിട്ട് ബോളിൻ്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് നോക്കിയാൽ മതി. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ സീലിങ്ങിൽ ഒരു സ്റ്റിങ് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ വണ്ടിയിൽ ഒരു ബോൾ അറ്റാച്ച് ചെയ്താൽ ട്രെയിൻ ആക്സിലറിയും പ്രാക്ടിക്കലി നമുക്കറിയാം അത് ബൈക്കിലേക്ക് ഒരു ആംഗിൾ സെപ്റ്റ് ചെയ്യും അല്ലേ, ആംഗിൾ സെപ്റ്റൻ്റ് ചെയ്യും. അതാണ് ആംഗിളിൻ്റെ കെയർ ഓഫിൽ നമുക്ക് വേണമെങ്കിൽ അവനെ ഒന്ന് നോട്ട് ചെയ്യാം. സിമ്പിളായൊരു അപ്രോച്ച്. ഇതൊരു സിമ്പിൾ പെൻഡുലം ആണെന്നിരിക്കട്ടെ. ഫ്രണ്ടിലേക്ക് ഒരു ഹൊറിസോണ്ടലായ ആക്സിലറേഷൻ, അത്രയേ ഉള്ളൂ. ഞാൻ ഫിഗറിൻ്റെ ഔട്ട്ലൈൻ മാത്രം കാണിക്കും. വെറുതെ ആവശ്യമില്ലാതെ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഹയർ ആപ്ലിക്കേഷനൊക്കെ വെച്ച് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കരുത്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുള്ളത് നോക്കിയാൽ ഈ ബോഡിയിൽ വരാവുന്ന 2 ഫോഴ്സുകളിൽ ഒന്ന് അതിൻ്റെ വെയിറ്റ് വിച്ച് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺ, പിന്നെ വരാവുന്ന ടെൻഷൻ അല്ലേ, വേറൊന്നുമില്ല. സോ ബോളിൻ്റെ വെയിറ്റ് mg എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്നു. T എന്ന ടെൻഷൻ ഒരു ആംഗിളിൽ ഇങ്ങനെ ആക്ട് ചെയ്യും. സ്ട്രിങ് മേക്സ് an angle theta with vertical. ഇതും മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിഫ്റ്റ് എന്ന ഐഡിയ തന്നെയാണ് അല്ലേ. ഒരു ക്യാബിൻ്റെ ടോപ്പിലൊരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ബോൾ അറ്റാച്ച് ചെയ്തിട്ട് ക്യാബിനെങ്ങാനും മൂവ്മെൻറ്റിലായാൽ വെർട്ടിക്കലാണെങ്കിൽ M into G plus A, ഡൗൺവേർഡ് ആണെങ്കിൽ M into G minus A, ഹൊറിസോണ്ടലാണെങ്കിൽ ദർസ് എ ഡിഫറൻസ്. ആ ഡിഫറൻസാണിത്. പ്രീവിയസ് കേസിൻ്റെ അടുത്ത സ്റ്റെപ്പല്ലേ. ആൻഡ് വി ക്യാൻ റിസോൾവ് ദിസ് ടെൻഷൻ ഇൻ 2 കമ്പോണൻസ്. ഞാൻ ഗ്രൗണ്ടിൽ നിന്നാണ് ഒബ്സർവേഷൻ എടുക്കുകയെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആംഗിൾ തീറ്റയല്ലേ, ദ T ഇൻറ്റു കോസ് തീറ്റയല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ബോളിന് വെർട്ടിക്കലായ ആക്സിലറേഷൻ ഇല്ല. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് 0, ഇക്വിലിബ്രിയം അലോങ് ദറ്റ് ലൈൻ. ഹൊറിസോണ്ടലി ഒരു ആക്സിലേഷൻ ഉണ്ടാവും. ദറ്റ് ഇസ് വെരി സിമ്പിൾ. ഇങ്ങോട്ട് MA എന്നൊരു ഫോഴ്സ് ഉണ്ടാവും, അതിന് സംശയമില്ല. ശരിയല്ലേ? വൈ cabin is moving with an acceleration means ball is also moving with an acceleration. A ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
ആംഗിൾ ഫിക്സ് ചെയ്ത് പോകും. ആംഗിൾ ഫിക്സ് ചെയ്താൽ കൃത്യമായ ആംഗിളിൽ കൃത്യമായ വാല്യൂവിൽ അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഫോർ ആൻ ഒബ്സർവർ ഫ്രം ദ ഗ്രൗണ്ട്, the body is under the influence of two forces, mg and tension, and one of its components balances mg, and second component gives the required acceleration for the body. And first one is t cos theta. Then നമുക്ക് t cos theta യിലേക്ക് മാറ്റും. ടെൻഷൻ്റെ കമ്പോണൻ്റ് ആണ്. ടെൻഷൻ്റെ കമ്പോണൻ്റ് t sin theta അല്ലേ. ടെൻഷൻ്റെ കമ്പോണൻ്റ് ഒരെണ്ണം വെയിറ്റിനെ ബാലൻസ് ചെയ്യുമ്പോൾ സെക്കൻഡ് കമ്പോണൻ്റ് ബോഡിക്ക് ആവശ്യമായ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. ടി സൈൻ തീറ്റ ക്യാൻ ബി ഇക്വേറ്റഡ് ടു എം എ ആൻഡ് ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി. ജസ്റ്റ് ഡിവൈഡ്. എം ക്യാൻസൽസ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ജി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ജി മീൻസ് എ ഈസ് സിംപിളി ജി ടാൻ തീറ്റ എന്നാണ്. ക്ലാസ്സിലൊക്കെ വളരെ എന്താ പറയുക ലെങ്തിയായ മെത്തേഡിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ സ്യൂഡോ ഫോഴ്സൊക്കെ എടുക്കുമ്പോൾ സ്യൂഡോ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന് വെറുതെ ഡയറക്റ്റ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. മിക്കവാറും വട്ട് ഇസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് വെർട്ടിക്കൽ എന്നോ, വട്ട്സ് ആക്സിലറേഷൻ ഓഫ് ദ കമ്പാർട്ട്മെൻ്റ് എന്നോ, വട്ട്സ് എ ടെൻഷൻ ഓഫ് ദ സ്ലിംഗ് എന്നോ, വട്ട്സ് എ മാസ് ഓഫ് ദ ബോൾ എന്നോ ഒക്കെ ചോദിക്കുമ്പോൾ അതിനകത്തെല്ലാം ആവശ്യം പോലെ കിടപ്പുണ്ട്. ടി ആണ് വേണമെങ്കിൽ സ്ക്വയറിങ് ആൻഡ് ആഡിങ്, ആൻസർ കിട്ടും. തീറ്റ ആണെങ്കിൽ ഏതരും ജി ടാൻ തീറ്റ. ഹിയർ ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഈസ്, നമുക്ക് ഇത്തവണ വേണ്ടത് ആക്സിലറേഷൻ്റെ വാല്യൂ ആണ്, എ ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? എ ആണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആൻസർ ഈസ് ജി ടാൻ തീറ്റ. തീറ്റ ഈസ് ഗിവൺ ആസ് 60 degree. Tan 60 is √3. √3 can be approximately 1.7. 1.7 into G. 1.7 into G. Answer is around 17 meter per second square here. Motion of a body inside a lift എന്ന ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ. ലിഫ്റ്റ് മുകളിലേക്ക് അല്ലെ താഴേക്ക്, ട്രെയിനോ ബസ്സോ ഒക്കെ ആണെങ്കിൽ ഹൊറിസോണ്ടലി ടുവേഴ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്. അതിന് ഇക്വലൻ്റ് ആയിട്ട് ടെൻഷൻ്റെ വേരിയേഷനാണ്. സിംപ്ലി ആസ് എ ഇൻക്രീസസ്, എ ടെൻഷൻ ഇൻക്രീസസ് ആൻഡ് തീറ്റ ഓൾസോ ഇൻക്രീസസ്. ട്രെയിനിൻ്റെ എ കൂടുന്നതനുസരിച്ച് ബോൾ ബാക്കിലേക്ക് ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൂടിക്കൊണ്ടിരിക്കും. ടെൻഷൻ്റെ ഒരു കമ്പോണൻ്റ് എം എ അല്ലേ, ആംഗിൾ കൂടുമ്പോൾ അതിൻ്റെ മീനിങ് ആംഗിൾ കൂടുമ്പോൾ ഈ ആംഗിൾ കൂടുതലാണെന്നാണ്. അതിൻ്റെ മീനിങ് ടി കോസ് തീറ്റ കുറവാണെന്നാണ്, ടി സൈൻ തീറ്റ വലുതാണെന്നാണ്. ദറ്റ് മീൻസ് എ കൂടുതലാണെന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതേ കാറ്റഗറിയിൽ ഫ്രെയിമിന് മോശമുണ്ട്. ഇത് ഫ്രെയിമിന് ആക്ച്വലി മൂവ്മെൻ്റ് ഇല്ല, കാരണം ഈ ബോൾ വെച്ചിരിക്കുന്നത് ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമേല. ആ ഒരു കോംപ്ലിക്കേഷനാണ് ഞാനിവിടെ സിമ്പിളായിട്ടും ഗ്രൗണ്ടിൽ നിന്ന് ചെയ്ത് ഒഴിവാക്കി തന്നത് കേട്ടോ. ഫ്രെയിമിനകത്ത് കയറി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സ്യൂഡോ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ. നമുക്ക് തൽക്കാലം ഗ്രൗണ്ടിൽ നിന്നാൽ ബോഡിയിൽ വരാവുന്ന ഫോഴ്സുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അതേ ഐഡിയയിൽ നോർമലി കാണാവുന്ന മറ്റൊരു പിക്ചറാണിത്. ഹൊറിസോണ്ടലായ ലെവൽ ഗ്രൗണ്ടിൽ രണ്ട് ബോഡികളുടെ കോമ്പിനേഷനാണ്. ആക്ച്വലി ഒരു വെഡ്ജ് ഷേപ്ഡ് ബോഡിയാണ്. 2 blocks, പി ഓഫ് മാസ് എം ആൻഡ് ക്യൂ ഓഫ് മാസ് ക്യാപിറ്റൽ എഫ്. ക്യൂ എന്ന് പറയുന്ന ആ വലിയ വെഡ്ജിൻ്റെ മാസാണ്. പി എന്ന് പറയുന്ന അതിൻ്റെ സർഫസ് വെച്ചിരിക്കുന്ന ചെറിയൊരു ബോക്സ്. ആൻഡ് ദർ ഈസ് നോ ഫ്രിക്ഷൻ അറ്റ് ഓൾ. അവിടെയാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നമുക്കറിയാം, ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസിലെങ്ങാനും പി എന്ന ബോക്സ് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി അറ്റ് റെസ്റ്റ്. എന്ത് ചെയ്യും? അത് സർഫസിലൂടെ ജി സൈൻ തീറ്റയിൽ താഴേക്ക് സ്ലിപ്പ് ചെയ്യുമെന്നല്ലേ പഠിപ്പിച്ചേ. ആൻഡ് ഹിയർസ് എ ഡിഫറൻസ്. എന്താ? ഈ ക്യാപിറ്റൽ മാസുള്ള ഈ വെഡ്ജ് റെസ്റ്റിലല്ല. ഇറ്റ് ഈസ് ആക്ച്വലി മൂവിങ് വിത്ത് എ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ എ ബൈ എ ഫോഴ്സ് എഫ്. എക്സ്റ്റേണലി ആ സിസ്റ്റത്തിൽ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഏജൻറ്റ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി പുള്ളിങ് ഫോഴ്സ് ബൈ എ മാൻ ഫ്രം ഗ്രൗണ്ട് ആൻഡ് the system is accelerating horizontally with a particular value, and there is no slipping for the body P along the inclined plane. What do you mean by that? P എന്ന ബോഡി സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്നില്ല എന്നാണ്. പി എന്ന ബോഡി സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അത് മൂവ് ചെയ്യുന്നില്ല എന്നല്ല. ഇറ്റ് ഈസ് മൂവിങ് ഹൊറിസോണ്ടലി വിത്ത് ദ സെയിം ആക്സിലറേഷൻ ആസ് ദറ്റ് ഓഫ് ദ ബെഡ്ജ്. ബെഡ്ജിന് ഹൊറിസോണ്ടലി എന്തുണ്ടോ അത് ബ്ലോക്കിനുണ്ടാവും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇതും പല രീതിയിൽ ചെയ്യാം. ബെഡ്ജിൻ്റെ ഫ്രെയിമിൽ നിന്ന് ചെയ്യാം,
ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യാം. നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ഈ വെഡ്ജ് ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന ഒരു നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ്. വൈ? ഓൾറെഡി ഉള്ള എന്നിനേക്കാളും കൂടിയ ഒരു എൻ വരുമെന്നാണ് പറയുക. ഡ്യൂ ടു ദിസ് ഫോഴ്സ് വെഡ്ജ് ബ്ലോക്കിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആൻഡ് യു ക്യാൻ റിസോൾവ് ദിസ് എൻ ഇൻ 2 components. And one of them is vertically up. Second one is horizontally towards right. And if this angle is theta, practically this angle is also theta by geometry. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്നില്ല. And this is actually n cos theta. This is n sin theta. വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. പ്രോബ്ലം വലുതാണ്, പല രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. നോർമൽ കോണ്ടാക്ട് ഫോഴ്സിനെ ജസ്റ്റ് ഒന്ന് റിസോൾവ് ചെയ്തു. ആൻഡ് എം ജി, ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺ. നമ്മൾ പി എന്ന ബ്ലോക്കിനെ എടുത്താൽ ആക്ച്വലി അതിന് വെർട്ടിക്കൽ മോഷൻ ഇല്ല. വൈ? ഇറ്റ് ഈസ് നോട്ട് സ്ലിപ്പിംഗ്, ഓൺലി ഹൊറിസോണ്ടൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് മീനിങ് വെർട്ടിക്കലി ആക്സലേഷൻ ഇല്ല എന്നല്ലേ. I mean mg is balanced by n cos theta, and the horizontal acceleration is due to n sin theta, right? And answer is very simple. N sin theta can be equated to ma. The horizontal acceleration is supplied by the horizontal component of normal reaction on the body, and since there is no slipping, there is no vertical acceleration, means n cos theta is equal to n cos theta is equal to mg. n sin theta horizontal acceleration provide ചെയ്യുമ്പോൾ n cos theta mg യെ ബാലൻസ് ചെയ്യും. ഉണ്ടോ? Normal reaction increases such that its vertical components balances the weight of the body on the surface of the wedge. Just divide. n cancels. Tan theta is equal to a by g, right? Or a is equal to g tan theta. And this a means it is acceleration of the wedge block system. Acceleration of the wedge block system. Okay. And our answer is not a. The value of f. ഹൊറിസോണ്ടലി ഔട്ട്സൈഡിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഈ സിസ്റ്റത്തിൽ എത്ര ഫോഴ്സ് കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ്സ് ബോത്ത് ദ എൻറ്റയർ സിസ്റ്റം വിത്ത് എ വാല്യൂ എ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് കാണുന്നത് സ്മോൾ എം ഇൻറ്റു എ അല്ല, ക്യാപിറ്റൽ എം ഇൻറ്റു എ അല്ല, മറിച്ച് എഫ് ഈസ് ഓൺ ദ സിസ്റ്റം ഫ്രം ഔട്ട്സൈഡ്. മീൻസ് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു ജി ടാൻ തീറ്റ എന്ന് കിട്ടും. പ്രീവിയസ് കേസിൽ നമ്മൾ ടെൻഷൻ്റെ കേസ് എടുത്ത പോലെ തന്നെയാണ് ഇവിടെ. ആ കേസിലും ഈ ഫ്രെയിം ആക്സിലറേറ്റിങ്, ഈ കേസിലും ഫ്രെയിം ആക്സിലറേറ്റിങ്. ഒരു കേസിലും നമ്മൾ സ്യൂഡോ ഫോഴ്സ് എടുത്തിട്ടില്ല. ഡയറക്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് നോർമൽ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് വെച്ചെടുത്തു. ആൻഡ് എഫ് ഈസ് ഈക്വൽ എം പ്ലസ് എം ഇൻറ്റു ജി ടാൻ തീറ്റ ഈസ് ദ റൈറ്റ് ആൻസർ. ഐ തിങ്ക് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പ് അല്ലാത്തതുകൊണ്ട് അതിനകത്ത് തിയററ്റിക്കൽ ഐഡിയ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ഒരു ഷേ ആയിരിക്കാം, ഒരു തീറ്റ ആയിരിക്കാം, ബ്ലോക്കിൻ്റെ മാസ് ആയിരിക്കാം. എല്ലാം ബേസിക്കലി ആ രണ്ട് ഇക്വേഷൻ്റെ ആസ്പെക്റ്റിലേക്ക് പോകും, വേറൊന്നുമില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ചോദിക്കുമ്പോൾ അറിയാതെ സ്മോൾ എം ഇൻറ്റു എ എന്ന് എഴുതിയേക്കരുത് കേട്ടോ. സ്മോൾ എം ഇൻറ്റു എ അങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പില്ല. എം പ്ലസ് എം ഇൻറ്റു എ കിടപ്പുണ്ട്. പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് ഒരേ കാറ്റഗറിയാണ് കേട്ടോ. അതാ ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റിലായിരിക്കുന്ന ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഇരിക്കുന്ന ബോഡിയിൽ വരാവുന്ന ഫോഴ്സിൻ്റെ പ്രോബ്ലമൊക്കെ വരുമ്പോഴും നമുക്ക് സിംഗിൾ സ്റ്റെപ്പേ ഉള്ളൂ എന്നുള്ളതാണ്. പാസ് ചെയ്യാം. ചെയ്തവരുണ്ടാകും, കറക്റ്റാക്കിയവരുണ്ടാകും. ഇനി വരാവുന്ന മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. രണ്ട് ബോഡികളെ സ്ട്രിങ് വഴി കണക്ട് ചെയ്യുന്നുവെന്നല്ലേ. 3 ബോഡി, 4 ബോഡി, 8 ബോഡി, 100 ബോഡിയൊക്കെ വരുമ്പോഴും അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അല്ലാതെ ഒരു കാരണവശാലും ഓരോ ബോഡിക്കും ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും കമ്പൽസറി അല്ല കേട്ടോ.
ഇങ്ങനെ ബോഡികളെ കണക്ട് ചെയ്യുന്ന ഫിഗർ എങ്ങാനും ഒരിക്കലും എടുത്ത് വരയ്ക്കാൻ പോലും പോകരുത്. ആൻഡ് സിൻസ് ദ സർഫസ് ഈസ് സ്മൂത്ത്, ദ സിസ്റ്റം മൂവ്സ് ഹൊറിസോണ്ടലി ടുവേഴ്സ് ലെഫ്റ്റ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഫോഴ്സ് ലെഫ്റ്റിലേക്കല്ലേ. വായിച്ചു നോക്കാം. 10 kilogram, 20 kilogram. String is massless, placed on a smooth horizontal surface as shown. A physical 600 Newton is applied on 10 kilogram block. സ്ട്രിങ്ങിന് മാസ് ഇല്ലെങ്കിൽ എക്സാമിന് എ ആണ് ചോദിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഫ്രീ ബോഡിയിലേക്ക് പോകരുത്. എ ഈസ് ഈക്വൽ ടു നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എന്ന് മാത്രം പഠിച്ചു വെക്കുക. ഐ റിപ്പീറ്റ്, acceleration of the entire system is the ratio between net unbalanced force and total mass. Clear? A ആണ് ചോദ്യമെങ്കിൽ. And if it's 600 divided by m1 plus m2 അല്ലേ, അത് 10 plus 20 അല്ലേ, അത് 30 അല്ലേ. So answer is 60 by 3 എന്ന് കിട്ടും. 20 meter per second square is the linear acceleration of the entire system. 20 meter per second square. ക്ലിയർ? ഞാൻ ഏറ്റവും ഫണ്ടമെൻ്റലായ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഫണ്ടമെൻ്റലായ ഫിഗർ, മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിൽ വരാവുന്ന ഏറ്റവും ഫണ്ടമെൻ്റലായ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ? ആൻസർ ഈസ് നോട്ട് 20. ആവശ്യപ്പെട്ടത് ടെൻഷൻ അല്ലേ. ടെൻഷൻ ഈസ് ആക്ച്വലി എ പുള്ളിംഗ് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്റ്റിംഗ് എവേ ഫ്രം ദ ബോഡി. അങ്ങനെ എക്സാമിന് ടെൻഷൻ ചോദിച്ചാൽ, ഈ ടെൻഷൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഓരോ ബോഡിക്കും ഫ്രീ ബോഡി ഒന്നും എടുത്തേക്കരുത്. ജസ്റ്റ് മാസ് ബിഹൈൻഡ് ദ സ്ട്രിങ് ഇൻ ടു ആക്സിലറേഷൻ. ദറ്റ്സ് ഓൾ. ഫിഗർ മാറ്റി വരയ്ക്കണ്ട. ഏത് സ്ട്രിങ്ങിലെ ടെൻഷനാണ് വേണ്ടത്? അതിൻ്റെ ബൈക്കിലെ മാസ്. ഈ കേസിലാണ് കേട്ടോ. ഐ മീൻ ബോഡികൾ 1 by 1 ആയിട്ട് എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു ബോഡിക്ക്, ഫ്രീ ബോഡിയാണ് ആക്ച്വലി, ഇവിടെ വരുമ്പോൾ mass behind the string into acceleration. So answer is very simple. T is equal to 20 into A. 20 into 20, answer is 400 Newton is the right answer. Option 4. Simple situation. 400 Newton is the right answer. Fourth option is the right answer for tension. Bike mass. Mass behind the string into A എന്നെടുത്താൽ മതി. അതാണ്. ഏത് സ്ട്രിങ്ങിലെ ടെൻഷനാണ് വേണ്ടത് അതിൻ്റെ ബൈക്കിലെ ടോട്ടൽ മാസ് എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റാണ്. നമ്പർ കൂടി വരുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. സോ നമുക്കതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോം നോക്കാവേ. കണ്ടോ, ഏത് ഗൈഡിലും കാണാവുന്ന കോമൺ ആയൊരു ക്വസ്റ്റനാണ്. അതൊക്കെ വെച്ച് പിള്ളേർ സ്റ്റെപ്പ് കൂട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ മോഡിഫിക്കേഷൻ. അഗെയിൻ ബേസ്ഡ് ഓൺ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. നമ്പർ കൂടുതലാണ്. 2 body സിസ്റ്റം എടുക്കുമ്പോൾ എ കാണാൻ ജസ്റ്റ് ടോട്ടൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ അത് ടെൻഷൻ കാണുന്നത്. ഇവിടെ 80 റെയിൽവേ വാഗൺസ്, സെയിം മാസ്. നമ്പർ കൂടിയാൽ സെയിം മാസേ തരുള്ളൂ. പുൾഡ് ബൈ എ ഫോഴ്സ് 4 into 10⁵ Newton. ടെൻഷൻ ഇൻ ദ കപ്ലിംഗ് ബിറ്റ്വീൻ 30th and 31st വാഗൺ ഫ്രം ദ എൻജിൻ. ഫ്രണ്ടിൽ നിന്ന് ഫോഴ്സ് കൊടുത്ത പോയിന്റിൽ നിന്ന് 30, 31 എന്ന നമ്പറുകൾക്കിടയിൽ വരാവുന്ന ആ ക്ലിപ്പിങ്ങിലെ അല്ലേ, എന്താ പറയുക, ആ കപ്ലിങ്ങിലെ ടെൻഷൻ്റെ വാല്യൂ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോമൺ ആക്സിലറേഷൻ എടുത്തിട്ട് ആ കപ്ലിങ്ങിൻ്റെ ബൈക്കിലെ ടോട്ടൽ മാസ് ഇൻറ്റു എ, അത്രയേ ഉള്ളൂ. ടോട്ടൽ 80 വാഗൺസ്. ഫ്രണ്ടിൽ നിന്ന് 30, 31. സിമ്പിൾ. 30, 31. ബൈക്കിൽ 50 വാഗൺസ്. അതാണ് 50 വാഗൺസ്. ആൻഡ് ടെൻഷൻ അറ്റ് ദ റിക്വയർഡ് കപ്ലിംഗ് ഈസ് 50 m into A എന്ന് ആദ്യമേ എഴുതാൻ കഴിയണം. പരമീസ മാസ് ഓഫ് ഈച്ച് വാഗൺ. അവരാവശ്യപ്പെട്ട സ്ട്രിങ്ങിൻ്റെ ബാക്കിൽ 50 വാഗൺ ഉണ്ടാകും. ടോട്ടലി 80 വാഗൺ അല്ലേ. ഫ്രണ്ടിൽ നിന്നല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നേ. എൻജിൻ ഫ്രണ്ടിലാന്ന് എടുക്കുന്നു. അതിൻ്റെ ബാക്കിൽ 30 വാഗൺ. 30, 31. 31ൻ്റെ ബാക്കിൽ 30യുടെ ബാക്കിൽ 50 വാഗൺസ്. 50 m into A വെറമീസ് ദ മാസ് ഓഫ് ഈച്ച് വാഗൺ. സിമ്പിൾ മെത്തേഡ്. അല്ലാതെ നമ്മൾ വെറുതെ ഓരോ വാഗണൊക്കെ വരച്ച് അതിൻ്റെ ഫിഗറൊക്കെ വരച്ച് വെറുതെ സമയം കളയരുത്. ആൻഡ് വാട്ട് അബൌട്ട് എ ഫോർ ദ സിസ്റ്റം? എൻ്റയർ സിസ്റ്റത്തിൻ്റെ എ അല്ലേ. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എന്നാണ്. ടോട്ടൽ ഫോഴ്സ് എഫ് ആണെങ്കിൽ എഫ് ബൈ 80 m ആണ് വരിക. ഐ മീൻ ടോട്ടൽ മാസ് ഈസ് ദറ്റ് ഓഫ് 80 വാഗൺസ്. എഫ് ബൈ 80 m എന്ന് കിട്ടും. ആൻഡ് ഹിയർ
M cancels 50 m into A, 50 m into F by 80 m. M cancels and answer is very simple, 5F by 8. ആക്ച്വലി ഈ ടെൻഷൻ കണ്ടുപിടിക്കാൻ വാഗൻ്റെ നമ്പറും ടോട്ടൽ ഫോഴ്സും മാത്രം മതി. മാസ് ഓഫ് ഈച്ച് വാഗൺ വേണ്ട. ടോട്ടൽ വാഗൻ്റെ നമ്പർ വേണം, ഏത് കപ്ലിങ്ങിലെ ടെൻഷൻ എന്ന നമ്പർ വേണം, പിന്നെ കൊടുത്ത ഫോഴ്സിൻ്റെ വാല്യൂ വേണം. 5F by 8 ഈസ് ദ റൈറ്റ് ആൻസർ. ആദ്യ കേസിൽ നമ്മൾ 2 ബോഡികൾ വെച്ചിട്ട് മാസ് ബിഹൈൻഡ് ദ സ്ട്രിങ് ഇൻറ്റു ആക്സിലേഷൻ എടുക്കുമ്പോൾ അതിൽ നമ്പർ എങ്ങാനും കൂടി വന്നാൽ കാര്യമായ റിസ്ക് ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ആൻഡ് ദീസ് 2 questions are based on motion of connected bodies. സ്ട്രിങ്ങിന് മാസ് ഇല്ലാതെ ബോഡികൾക്ക് മാസ് വരുമ്പോൾ ഫ്രിക്ഷൻ്റെ അപ്രോച്ച് എടുക്കാതെ സ്ട്രിങ്ങിൻ്റെ മാസ് കൺസിഡർ ചെയ്യാതെ വരാവുന്ന സിമ്പിൾ സിറ്റുവേഷൻസ്. ഓക്കെ, 5F by 8 I think the answer can be taken F is equal to 4 into 10 raised to 5 and 5 into 4 into 10 raised to 5 divided by 8. ഫൈനൽ ആൻസറിന് കാര്യമായ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല കേട്ടോ. ഓപ്ഷനല്ല മെയിൻ. അതിന് ട്രിക്കി മെത്തേഡാണ്. വാഗൻ്റെ നമ്പർ കൂടിയാൽ കാര്യമായ റിസ്ക് ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിൻ്റെ വളരെ സിമ്പിളായ ആപ്ലിക്കേഷൻ 4/8 2/5/2 2.5 ആൻസർ ഈസ് ആക്ച്വലി 25. ചോയ്സിൻ്റെ സെലക്ഷനൊക്കെ വളരെ സിമ്പിളായിട്ടാണ്. 4/8 2 ആണ്, 5/2 2.5 2.5 ആ നമ്പർ അനുസരിച്ച് ഉത്തരം വരുള്ളൂ എന്ന് ഉറപ്പല്ലേ. ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, 25 into 10 raised to 4 ന്യൂട്ടൺ എന്ന് കിട്ടും. സ്വന്തമായിട്ട് ചെയ്തവർ ഇതിലെന്തെങ്കിലും എക്സ്ട്രാ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേക്കണം കേട്ടോ. ചെയ്തത് കൊള്ളാം, ചെയ്തവരുണ്ടാകും. ബട്ട് സ്റ്റിൽ നമ്മളതിൽ 2 കാറ്റഗറി ചോദ്യം വരാം. ഇത് പിന്നെ റഫ് സർഫസ് വെച്ച് വരാം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. നമ്മളാദ്യം ഫ്രിക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഫ്രിക്ഷൻ അല്ല, നമ്മൾ NCERT ഓർഡർ അല്ല കേട്ടോ, അങ്ങനെ ഓർത്തേക്കരുതേ. NCERTക്ക് അതിനകത്ത് സർക്കുലർ മോഷൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. JEE ലെവൽ വരുമ്പോൾ നമ്മൾ കൈനമാറ്റിക്സിനകത്ത് ടോപ്പിക്ക് തിരിയുന്നു കേട്ടോ. അതാ, അങ്ങനെ തിരിയുമ്പോൾ ഇതിനകത്ത് ലോസ് ഓഫ് മോഷൻ ഫ്രിക്ഷൻ 2 ഐറ്റംസേ വരുള്ളൂ. പാസ് ചെയ്യാം. 12th one. അടുത്ത കാറ്റഗറിയാണ് മോഷൻ ഓഫ് ബോഡീസ് ഇൻ കോണ്ടാക്ട്. ബോഡികൾ ചേർത്ത് വെച്ച് ഫോഴ്സ് കൊടുക്കുവാണ്. അത് ഹൊറിസോണ്ടൽ സർഫസ് വരാം, ഇൻക്ലൈൻ സർഫസ് വരാം. ഇറ്റ്സ് എ വെറൈറ്റി വൺ. വെർട്ടിക്കൽ മോഷനാണ്. സർഫസ് ഇല്ലാതെ എയറിലൂടെ 2 ബോഡികളെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തൊരാൾ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കുന്ന ഡയഗ്രമാണ്. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. 2 blocks M each are moving vertically down under the influence of an external force F and gravity. Note the points. എക്സ്റ്റേണലി ഒരു പുഷിംഗ് ഫോഴ്സ് കൂടാതെ ഗ്രാവിറ്റി കൂടെ ബോഡിയിൽ വരുമെന്നാണ്. എക്സ്റ്റേണലി ഞാൻ കൊടുത്ത പുഷിംഗ് ഫോഴ്സ് ഉണ്ട്, അതുകൂടാതെ ഇറ്റ്സ് ഓൺ വെയിറ്റ്. 2 ബോഡിക്കും ഒരേ വെയിറ്റ് ഇല്ലേ, അതുകൂടെ താഴേക്ക് വന്നാൽ സിസ്റ്റം ഈസ് ഫാളിംഗ് ഡൗൺ വിത്ത് അനദർ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീലി ഫാളിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ്? മോഷനുണ്ട് ഗ്രാവിറ്റി അലോൺ. ഗ്രാവിറ്റി അല്ലാതെ മറ്റൊരു ഫോഴ്സോടെ എക്സ്റ്റേണലി വരുന്നതിനാൽ ദ വാല്യൂ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ജി, നോ ഡൗട്ട്സ്. എ ആണ് ചോദ്യമെങ്കിൽ എയുടെ വാല്യൂ ജിയിൽ കൂടുതലായിരിക്കുമെന്നാണ്. ആൻഡ് സിംപിളി യു ക്യാൻ കാൽക്കുലേറ്റ് എ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് 2mg divided by 2m. F is external applied force, 2mg total weight of the block system, and total downward force is the sum of weight and applied external force. F is numerically given as 2mg. ഞാൻ കൊടുത്ത ഫോഴ്സ് 2mg യോട് ഈക്വലൻ്റ് അല്ലേ. അപ്പോൾ 2mg plus 2mg 4mg എന്ന് കിട്ടും. 4mg divided by 2m and m cancels. 4 and 2 cancels. Acceleration of the entire system is 2g എന്നാണ്. Acceleration of the entire system is 2g. And second choice can be taken as the correct. Second choice is the correct answer. But there is a combination. ഓപ്ഷൻ ഒക്കെ നോക്കി എടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെ സെക്കൻഡ് ചോയ്സ് ടിക്ക് ചെയ്യുമ്പോൾ അവിടെ ബോത്ത് 2 and 3 എന്നൊരു ഓപ്ഷൻ വേറെ വരുന്നു. ബോത്ത് 2 and 3 വേറെ വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ 3 കൂടെ ചെക്ക് ചെയ്യണം. 3ൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 ബ്ലോക്സ് ആണ്. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പർ ബോഡി ലോവർ ബോഡിയിലേക്ക് നോർമലി ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ലോവർ ബോഡി അപ്പർ ബോഡിയിലേക്ക് റിയാക്ട് ചെയ്യുമെന്നാണ് പറയും.
അപ്പർ ബോഡി ലോവർ ബോഡിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്യും ഡ്യൂറിങ് ദെയർ മോഷൻ. ആൻഡ് by Newton's third law, there is a reaction force on the upper body from the lower body. They are numerically equal and they are acting on different bodies. They cannot cancel each other under any circumstances. Why? ഒരിക്കലും ക്യാൻസൽ ആകത്തില്ല എന്നാണ് പറയുക. റീസൺ, ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ശരിയല്ലേ? നിങ്ങൾക്ക് എന്നാണ് വേണ്ടത്? സോ ടേക്ക് ദ ഫ്രീ ബോഡി ഡയഗ്രാം. അവിടെ നമുക്ക് വെറുതെ ഒരു ബോഡി മാത്രം എടുക്കുമ്പോഴും അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ്സ് ഓൺ വെയ്റ്റ് ആൻഡ് എൻ. അപ്പർ ബോഡി ലോവർ ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട്, അതുകൂടാതെ അതിൻ്റെ എന്താ പറയുക mg എന്ന വെയ്റ്റ് ഉണ്ട്. സോ ലോവർ ബോഡിക്കിടെ ആക്സലേഷൻ കാണുമ്പോൾ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് എടുക്കുമ്പോൾ n+mg ഈസ് ഈക്വൽ ടു ma എന്നാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞായിരുന്നു. ബേസിക്കലി സ്കൂൾ ലെവൽ കാര്യങ്ങൾ വിട്ടാൽ 99% പ്രോബ്ലങ്ങളും നെറ്റ് ഫോഴ്സ് ഫിസിക്കൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന കോൺസെപ്റ്റും ഫ്രീ ബോഡി ഡയഗ്രാം എന്ന ബാക്ക്ഗ്രൗണ്ടും വെച്ച് വർക്കൗട്ട് ചെയ്യാൻ കഴിയണം. അത് കീം ലെവൽ JEE ലെവൽ വരെയൊക്കെ അങ്ങനെ പോവുള്ളൂ. അഡ്വാൻസ് ലെവൽ വരുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരാം. അതുവരെ JEE മെയിൻ ലെവൽ വരെ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ടും ഫ്രീ ബോഡി ഡയഗ്രാം, ഫോഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ, വെക്ടറിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ net force on each body is equal mass into acceleration. If you take the lower body, two forces are acting on the body. One is its own weight and second one is the normal contact force from the upper body to the lower body, and A is calculated as 2gm into 2mg and mg on the right side, so n is equal to mg എന്ന് കിട്ടും. And contact force between the blocks is mg. Third option is also right, so we can select the correct answer here as option 4, right? ഒരുപാട് ന്യൂമറിക്കൽ സിംപ്ലിഫിക്കേഷൻ വരുന്നു, ഒത്തിരി സ്റ്റെപ്പുകൾ വരുന്നു, ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു, ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. തിയറി സ്ട്രോങ് ആകാൻ ആവശ്യമായ എല്ലാ ഏരിയയും ഒന്ന് റിവൈസ് ചെയ്യാൻ ആവശ്യമായ വളരെ സിമ്പിളായ വളരെ എമർജൻസി ആയ ചില ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബോഡികൾ കോണ്ടാക്റ്റ് വെക്കുമ്പോൾ ഞാൻ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ വെർട്ടിക്കൽ മോഷൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിരിക്കുന്നു. അതാ, ബാക്കി എല്ലാ കേസുകളും ഉണ്ട് കേട്ടോ, നമുക്ക് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയില്ല. അനദർ പോസിബിലിറ്റി എന്താ? കണക്റ്റഡ് ബോഡി അല്ല, കണക്റ്റഡ് ബോഡിക്കല്ല പ്രാധാന്യം, അതിന് ക്ലൈമാക്സിൽ ഒരു പോയിൻറ്റ്സ് ഇക്വിലിബ്രിയം. മറ്റൊരു പോസിബിലിറ്റിയാണ് ഇക്വിലിബ്രിയം. വെൻ ഡിഫറെൻറ്റ് ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ബോഡി അറ്റ് സെയിം ടൈം and if their vector sum is 0, then actually the body is either at rest or it can be in uniform motion. There is a basic theory of equilibrium. ഒരു ബോഡിയിൽ പല ലൈനിൽ പല ഫോഴ്സുകൾ ഒരേ ടൈമിൽ ആക്ട് ചെയ്യുകയും അതിൻ്റെ എല്ലാം കൂടെ വെക്റ്റർ സം എടുക്കുമ്പോൾ 0 ആകുകയും ചെയ്താൽ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ബാലൻസ്ഡ് ആണെങ്കിൽ, വെർട്ടിക്കൽ ഫോഴ്സുകൾ ബാലൻസ്ഡ് ആണെങ്കിൽ, ദാറ്റ് ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ദറ്റ് ക്യാൻ ബി സ്റ്റാറ്റിക് ഓർ ഡയനാമിക്. സ്റ്റാറ്റിക് മീൻസ് നെറ്റ് ഫോഴ്സ് ഈസ് 0 ആൻഡ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. Dynamic means net force is 0 and body can be in motion. Which motion? Which type of motion? Uniform motion ആണ്. ഇക്വിലിബ്രിയത്തിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ ഫിഗറൊക്കെ കാണുമ്പോൾ അത് ലെങ്തിയാണെന്ന് തോന്നും. ഞാനത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈപ്പിലേക്ക് പോകുന്നു. ബ്ലോക്ക് എ ഓഫ് വെയ്റ്റ് 100 Newton, റെസ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ലോപ്പ് ആംഗിൾ 30 degree as shown. Flexible cord is attached to a passing over a frictionless pulley. Ideal situation, astingin mass ഇല്ല, പുള്ളിക്ക് ഫ്രിക്ഷൻ ഇല്ല. കണക്റ്റഡ് ടു അനദർ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് W. B എന്ന ബ്ലോക്കിൻ്റെ വെയ്റ്റ് W ആണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ മീൻ സിസ്റ്റം ഇക്വിലിബ്രിയം ആകണം. അങ്ങനെയെങ്കിൽ ബിയുടെ വെയ്റ്റ് എത്ര എന്നാണ് ചോദ്യം. ആക്ച്വലി എയുടെ വെയ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ട് എടുക്കാവും. ബിയുടെ വെയ്റ്റ് ഫുൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ടേക്ക് ഇറ്റ് ആസ് W. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. W ഇത് W1 അല്ല, W1 ഇൻറ്റു സൈൻ തീറ്റയാണ്. W1 ഈസ് ആക്ച്വലി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺ ലൈക്ക് ദിസ്. ശരിയല്ലേ? W1 ഇങ്ങനെ ആക്ട് ചെയ്യും.
അതിൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രം എടുത്താൽ മതി. സെക്കൻഡ് കമ്പോണൻറ്റ് നോർമല, ഇത് ക്യാൻസൽസ് ബൈ നോർമൽ ഫോഴ്സ്. ഇപ്പം നോർമലി അത് ഇക്വിലിബ്രിയമാണ്, സർഫസിന് പാരലായിട്ട് വരാവുന്ന ഫോഴ്സുകൾ. ഉടനെ പിള്ളേർ ടെൻഷൻ മാർക്ക് ചെയ്യും, അത് മാർക്ക് ചെയ്യും, ഇത് മാർക്ക് ചെയ്യും. ഇതിൻ്റെ ഫ്രീ ബോഡി, അതിൻ്റെ റെസൊല്യൂഷൻ ഒന്നും ആവശ്യമില്ല. ആക്സിലേഷൻ 0 ആകണം, നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് 0 ആകണം. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് 0 ആകണമെങ്കിൽ ഈ വെയ്റ്റും ഈ വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് ഈക്വൽ ആകണം. ദറ്റ്സ് ഓൾ, വേറൊന്നും ചെയ്യാനില്ല. അതാണ് W എന്ന് പറയുന്നത് W1 സൈൻ തീറ്റയുടെ ഈക്വൽ ആയാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. കേട്ടോ, പിള്ളേർ ആവശ്യമില്ലാതെ ടെൻഷനെ മാർക്ക് ചെയ്ത് റിസോൾവ് ചെയ്ത് A എന്ന ബ്ലോക്കിനും B എന്ന ബ്ലോക്കിനും ഫ്രീ ബോഡി ഡയഗ്രം ഒക്കെ എടുത്ത് അതൊന്നും ആവശ്യമില്ല. അതൊക്കെ ആവശ്യം വന്നതിന് എപ്പോഴാണ് ഈ സിസ്റ്റം മൂവ്മെൻറ്റിലായിരുന്നെങ്കിൽ. എ റെസ്റ്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. എ റെസ്റ്റിലാകുന്ന സമയത്ത് B യെ നമ്മൾ അറ്റാച്ച് ചെയ്യുവാണ്. ബിയിൽ അറ്റാച്ച് ചെയ്യേണ്ട ഫോഴ്സ് വെയിറ്റ് ഏതാണെന്നാണ് ചോദ്യം. സിസ്റ്റം മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. W1 ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു W എന്ന് കിട്ടും. W1 ഇൻറ്റു സൈൻ തീറ്റ ഈസ് W ഇസ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. സിമ്പിൾ സ്റ്റെപ്പ് ആൻഡ് സിംഗിൾ സ്റ്റെപ്പ്, അത്രയേ ഉള്ളൂ. ഫിഗറിൻ്റെ വലുപ്പം കാണുമ്പോൾ, ആംഗിൾ കാണുമ്പോൾ, ഇൻക്ലൈൻഡ് പ്ലെയിൻ കാണുമ്പോൾ, കണക്റ്റഡ് ബോഡി കാണുമ്പോൾ, പുള്ളി സിസ്റ്റം കാണുമ്പോൾ ഒന്നും പേടിക്കാൻ പാടില്ല. ഇക്വിലിബ്രിയം, നെറ്റ് ഫോഴ്സ് ഈസ് 0, ബോഡി ഈസ് ഐദർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ. അതിൻ്റെ സിമ്പിളായ ആപ്ലിക്കേഷൻ. ആൻഡ് യു വാണ്ട് കാൽക്കുലേറ്റ് W1 സൈൻ തീറ്റ. വാട്ട് ഈസ് W1? 100 ന്യൂട്ടൺ. എ എന്ന ബ്ലോക്കിൻ്റെ വെയിറ്റ് 100 ആണ്. 100 ഇൻറ്റു സൈൻ തീറ്റ, 100 ഇൻറ്റു സൈൻ 30, 100 ഇൻറ്റു 1/2. ആൻഡ് ആൻസർ ഈസ് 50 ന്യൂട്ടൺ. 14ൻ്റെ ആൻസർ, സെക്കൻഡ് ചോയ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ചോയ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് മിക്കവാറും എല്ലാവരും ചെയ്ത് കാണും. ബട്ട് ഞാനത് ക്ലാസ്സിൽ അവതരിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഡയഗ്രാം ഒക്കെ കാണുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് ആദ്യമേ മനസ്സിൽ തട്ടിയാൽ ഒരു കാരണവശാലും ഫ്രീ ബോഡി വരച്ച് വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഹാങ്ങിങ് ബോഡിക്ക് എത്ര വെയിറ്റ് ഉണ്ടോ അത് സ്ലൈഡിങ് ബോഡിയുടെ സെക്കൻഡ് ബോഡിയുടെ വെയിറ്റിൻ്റെ കമ്പോണൻറ്റിനോട് ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എടുക്കുമ്പോൾ ടെൻഷനെ മൈൻഡ് ചെയ്യരുത്. വൈ? ടെൻഷൻ ഈസ് ആക്ച്വലി ഇൻറ്റേർണൽ ഫോഴ്സ്. അതാണ് എ എന്ന ബ്ലോക്കും B എന്ന ബ്ലോക്കും ഒരു സിസ്റ്റമാക്കി എടുക്കുമ്പോൾ അവർ തമ്മിൽ കണക്ട് ചെയ്ത ടെൻഷൻ ഇൻറ്റേർണൽ എഫക്റ്റാണ്. സോ സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ എഫക്റ്റിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. സോ W1 എന്ന് പറയുന്ന വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് W എന്ന ആക്ച്വൽ വെയ്റ്റിനോട് നമുക്ക് സിമ്പിളായിട്ടും ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒപ്പം ചെയ്തു വരുന്നവരുണ്ടാകും, എൻ്റെ മുമ്പേ ചെയ്യുന്നവരുണ്ടാകും കേട്ടോ. ഒക്കെ നല്ലത്. ഞാൻ അവരുടെ സെലക്ഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ ടൈമിലൂടെ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു. ആൻഡ് 15 അഗെയിൻ another familiar example from equilibrium. ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാവേ. ഒരു റിജിഡായ സീലിങ്ങിൽ ഹാങ് ചെയ്യുന്ന പുള്ളി വഴി കടന്നു പോകുന്ന സ്ട്രിങ്ങിൻ്റെ ഫ്രീ എൻഡിൽ ആക്ച്വലി ഒരു 6 കിലോഗ്രാം എന്ന് പറയുന്ന വെയിറ്റാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ എൻഡിൽ 4 കിലോഗ്രാമിൻ്റെ ഒരു ലൈറ്റർ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ലൈറ്റർ ബോഡിക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്കറിയാം. സെക്കൻഡ് ബോഡി ലൈറ്റർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യും. സിമ്പിൾ അല്ലേ? 6 കിലോഗ്രാം റൈറ്റ് സൈഡിലും 4 കിലോഗ്രാം ലെഫ്റ്റ് സൈഡിലും വന്നാൽ 4 കിലോഗ്രാം ലൈറ്റർ ബോഡി അല്ലേ? 4 കിലോഗ്രാം ഇവിടെ കാണിച്ചിട്ടുള്ള പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 ബോഡീസ് 4 കിലോഗ്രാം 6 കിലോഗ്രാം. ഇപ്പോൾ 6 ഇതാണെങ്കിൽ ഇപ്പുറത്ത് 4 ആയിരിക്കും. 6ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺ. അവിടെയും നമ്മൾ ടെൻഷൻ്റെ വളരെ സിമ്പിളായ അപ്രോച്ച് എടുക്കണം. ഇതിൻ്റെ വെയിറ്റ് താഴേക്കാണ്. അത് ലോവർ ലൈറ്റർ ബോഡി ആയതിനാൽ അത് ആക്സലറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമതൊരു സ്ട്രിങ് ഉപയോഗിച്ചിട്ട് അതിനെ ഗ്രൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിതൊരു എന്താ പറയുക W1 എന്ന് എടുക്കുന്നു. ഇതിൻ്റെ വെയിറ്റ് ഒരു W എന്ന് ഗസ് അടിക്കുന്നു. ഓക്കെ, ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാകും. T1. ഈ ടെൻഷൻ T എന്ന് മാർക്ക് ചെയ്യാം. ഈ ടെൻഷനും T തന്നെയല്ലേ? പുള്ളി വഴി പാസ് ചെയ്യുന്ന മെയിനായൊരു സ്ട്രിങ് ഉണ്ട്, അതിലെ ടെൻഷൻ എന്ന് പറയുന്നത് T ആയിരിക്കും. W എന്ന സെക്കൻഡ് ബോഡിയെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്താൽ
അറ്റാച്ച് ചെയ്ത വേറൊരു സ്ട്രിങ് ഉണ്ട്, അതിലെ ടെൻഷൻ T1 എന്നെടുക്കാം. ഇതിൻ്റെ സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് T1ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെൻഷൻ T1 ഇൻ ദ സ്ട്രിങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടെൻഷൻ ഈസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. ഏത് ബോഡി ആണെങ്കിലും അതിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് മാത്രമേ മാർക്ക് ചെയ്യാവൂ. ടെൻഷന് പുള്ളിങ് കപ്പാസിറ്റി ഉള്ളൂ, പുഷിങ് കപ്പാസിറ്റി ഇല്ല. അത് പഠിച്ചാൽ മതി. അതിന് ബാക്കി ഇൻ്റർമോളിക്കുലർ സ്ട്രക്ചറിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഏത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, എവേ ഫ്രം ദാറ്റ് ബോഡി എപ്പോഴും എടുക്കണമെന്നാണ്. അതൊക്കെ ടെൻഷൻ്റെ ബേസിക് ഐഡിയ ആണ്. ഈ ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് ഫോർമുലയാണ്. T എന്ന് പറയുന്നത് W1 ഈക്വൽ ആയിരിക്കണം. സിൻസ് ദ എൻറ്റയർ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും കാണും. അതായത് 4 കിലോഗ്രാം ഈസ് അറ്റാച്ച്ഡ്. ഇത് മൂവ് ചെയ്യാൻ നമുക്ക് ഉറപ്പുണ്ട്, കാരണം ഇവിടെ സ്ട്രിങ്ങിൽ അറ്റാച്ച്ഡ് അല്ലേ. T W1 ഈക്വലാണ്. അതേ T തന്നെ W-ൻ്റെയും T1-ൻ്റെയും സമ്മിനോട് ഈക്വലാണ്. ഞാനത് ഒരുപാട് സ്റ്റെപ്പ് എഴുതാതെ തന്നെ പഠിപ്പിക്കുന്നത്. T W1 ഈക്വലാണ് സിൻസ് ദർ ബോഡി W1 ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഈ T എന്ന് പറയുന്നത് W-ൻ്റെയും T1-ൻ്റെയും സമ്മിനോട് ഈക്വലാണ്. സെക്കൻഡ് ബോഡി ഈസ് ഓൾസോ ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ T W1 ഈക്വലാണ്. അതേ T എന്ന് പറയുന്നത് W പ്ലസ് T1 ഈക്വലാണ്. അതിൻ്റെ മീനിങ് W1 എന്ന് പറയുന്നത് W പ്ലസ് T1 എന്നെടുക്കാം. സ്റ്റെപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഫിഗറിൽ നിന്ന് അവൻ്റെ ഫ്രീ ബോഡി എടുത്ത് ഇവിടെ ഒരു ഫോർമുല എഴുതി, ഇവൻ്റെ ഫ്രീ ബോഡി എടുത്ത് തന്നെ ഫോർമുല എഴുതി, പിന്നെ അവിടെ ക്യാൻസൽ ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. T W1 ഈക്വലാണ് സിൻസ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. T W പ്ലസ് T1 ഈക്വലാണ് സിൻസ് സെക്കൻഡ് ബോഡി ഈസ് ഓൾസോ ഇൻ ഇക്വിലിബ്രിയം. ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് W1 ഈസ് W പ്ലസ് T1 എന്നെടുക്കാം. നമുക്ക് T1 ആണ് വേണ്ടത് എന്ന് പറയുമ്പോഴേ ആൻസറായി. T1 ഈസ് ഈക്വൽ ടു W1 മൈനസ് W എന്ന് കിട്ടും. W1 6 കിലോഗ്രാം ആണെങ്കിൽ 6 ഇൻറ്റു G മൈനസ് 4 ഇൻറ്റു G ഈസ് ദ റൈറ്റ് ആൻസർ. ഞാനൊരു ഏകദേശം 14 പ്രോബ്ലം കൂടെ ചെയ്ത് 14 പ്രോബ്ലത്തിനകത്തും മാക്സിമം 2 സ്റ്റെപ്പിൽ കൂടുതൽ വന്നിട്ടില്ല. പ്രോബ്ലം എല്ലാം തീരെ സിമ്പിളെന്ന് പറയാനും പറ്റുകയില്ല. 2 ബോഡി പുള്ളി സ്ട്രിങ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വോണ്ട് ടു ബി ടു ലെങ്തി. ബട്ട് നമ്മൾ ഫിഗറിൻ്റെ ഒരു ഫ്രീ ബോഡി അപ്രോച്ചിൽ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. 6 ഇൻറ്റു G മൈനസ് 4 ഇൻറ്റു G വിൽ ഗീവ് 2 ടൈംസ് G ഈസ് ദ റൈറ്റ് ആൻസർ. 2G എന്ന് പറയുമ്പം സെലക്ഷൻ ഫ്രം ദി ഓപ്ഷൻ ഉള്ളി, ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. 2G എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ആൻസർ ഈസ് 19.6 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. 2 ടൈംസ് G 19.6 എന്ന് കിട്ടും. 19.6. ഓക്കെ. ഇതും ഇക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾ. ഞാൻ ഓരോ കേസ് തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 2 പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ സിമ്പിളായിട്ടും ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ച് പറഞ്ഞു, പിന്നെ ഫിസിക്കൽ MA വെച്ച് പറഞ്ഞു, വെക്ടർ അഡീഷൻ വെച്ച് പറഞ്ഞു. പിന്നെയുള്ള 3 പ്രോബ്ലം നമ്മൾ ഇമ്പൾസിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് പറഞ്ഞു. ശരിയല്ലേ? പിന്നെ വരാവുന്ന പ്രോബ്ലം നമ്മൾ എന്താ പറയുക, മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് എ ലിറ്റിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് പറഞ്ഞു. പിന്നെ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചിട്ട് ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ വരാവുന്ന കേസുകൾ പറഞ്ഞു. ഇപ്പം നമ്മൾ വീണ്ടും പിന്നീട് കണക്റ്റഡ് ബോഡികൾ സ്ട്രിങ് ഉപയോഗിച്ച് കോണ്ടാക്റ്റ് ഫോഴ്സുകൾ, കണക്റ്റഡ് ഫോഴ്സുകളുടെ ബേസ് പറഞ്ഞു. പിന്നെ പുള്ളി സിസ്റ്റം വെച്ച് ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് പറഞ്ഞു. ഇക്വിലിബ്രിയത്തിൻ്റെ പ്രീവിയസ് കേസ് കഴിഞ്ഞാൽ ഇതും ഇക്വിലിബ്രിയം ആയിരുന്നു കേട്ടോ. കണക്റ്റഡ് ബോഡിയിൽ ഇക്വിലിബ്രിയമാണ്, ഇതും കണക്റ്റഡ് ബോഡിക്ക് ഇക്വിലിബ്രിയമാണ്. ആൻഡ് ദർ ഈസ് അനദർ ക്വസ്റ്റ്യൻ ഫോർ ഇക്വിലിബ്രിയം. ഒരു സ്ട്രിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾ അറ്റാച്ച് ചെയ്തിട്ട് ഒരാളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുക. സിംഗിൾ സ്ട്രിങ്, സെൻറ്ററിൽ ഒരു ബോഡി, 2 എൻഡിൽ കൈ പിടിച്ചിട്ട് അത് വലിച്ച് സ്ട്രൈറ്റ് ആക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പ്രാക്ടിക്കൽ പോസിബിലിറ്റി. ബട്ട് നമുക്കറിയാം ഈ ബോളിനെങ്ങാനും സഫീഷ്യൻ്റ് മാസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹി കാണ്ട് സ്ട്രെയിറ്റൻ ദാറ്റ് സ്ട്രിങ് സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുകയില്ലെന്നാണ് പറയാം. ദാറ്റ് മീൻസ് ദിസ് ആംഗിൾ ക്യാൻ നെവർ ബി 0 ഡിഗ്രി. ഒരു തിയററ്റിക്കൽ ലിമിറ്റാണ് അവിടെ. എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ആംഗിളിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ആ ഫിഗർ ജസ്റ്റ് മോഡിഫൈ ചെയ്യും. ഈ ബോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഈ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, അത് T ആയിരിക്കും. അതേ ടെൻഷൻ ഇതേ സ്ട്രിങ്ങിലും വരും. ഒരു സ്ട്രിങ്ങേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ സെൻട്രൽ ബോഡി എന്നാണ്. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഈ ടെൻഷൻ്റെ ഒരു കമ്പോണൻ്റ് മുകളിലേക്ക്, ഈ ടെൻഷൻ്റെ അതേ കമ്പോണൻ്റ് മുകളിലേക്ക്. അത് രണ്ടോടെ ആഡ് ചെയ്യുമ്പോൾ MGയോട് ഈക്വൽ ആയിരിക്കണം, സിൻസ് ദർ ഈസ് നോ വെർട്ടിക്കൽ ആക്സിലറേഷൻ ഫോർ ദ ബോൾ.
നെറ്റ് ഫോഴ്സ് അലോങ് ദ വെർട്ടിക്കൽ ലൈൻ ഈസ് 0. കുട്ടികൾക്ക് വേണമെങ്കിൽ എനിക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. അറ്റൻഡ് ചെയ്യാം. ഈ തീറ്റ വെച്ച് കാണാതെ പഠിക്കരുത്. വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് ടി സൈൻ തീറ്റയാണ്. ഇതും ടി സൈൻ തീറ്റയാണ്. T sin theta means 2t sin theta is the total vertical force which can be used to balance mg. മുകളിലേക്ക് ടിയുടെ സൈൻ കമ്പോണൻറ്റ്, അടുത്ത ടിയുടെ സൈൻ കമ്പോണൻറ്റ് കയറി വരും. 2t sin theta, 2t sin theta mg യോട് ഈക്വൽ ആണെങ്കിൽ there is no vertical acceleration for the ball. അപ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ട് ഹൊറിസോണ്ടലി എടുക്കേണ്ടത്. വേണ്ട, ഇത് ടി കോസ് തീറ്റയല്ലേ, ഇത് ടി കോസ് തീറ്റയല്ലേ. ടി കോസ് തീറ്റ അതിൽ ഈക്വൽ ആണല്ലോ. അവിടെ ഈക്വലൈസേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പ്രാക്ടിക്കലി ഈക്വലാണ്. അപ്പോൾ പിന്നെ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രം നോക്കിയാൽ പോരെ. ഇനി ചെയ്യാനില്ല, ഒരു സ്റ്റെപ്പല്ലേ ഉള്ളൂ. എന്താ ആവശ്യപ്പെട്ടേ? ടെൻഷനാണ്. വാട്ട് ഈസ് എ ടെൻഷൻ ഇൻ ദ റോപ്പ്? Tension in the rope. Answer is very simple. 2t sin theta is equal to mg. And here the angle is very small, very small. Also 4.5 degrees. So sin 4.5 degrees given in the bracket 0.08. 2t sin theta is equal to mg. Theta is very small. അതുകൊണ്ട് t കാണാൻ നേരത്തെ mg divided by 2 sin theta ആണ് വേണ്ടത്. mg by 2 sin theta യിൽ m can be taken as 15 kilogram. 15 into g, 2 into 0.08, and we can avoid the calculation. നമ്മൾ ആ സിംപ്ലിഫിക്കേഷനിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അത് ഒരു എമർജൻസി ഒന്നും അല്ല. 16 I think answer is 940 Newton can be taken as the right answer. The 2 into 0.08 താഴെ വരും. അത് 0.16 ആണ്. 0.16 എന്ന് പറയുന്നത് റൗണ്ട് ചെയ്യാം കേട്ടോ. 0.16 നമുക്ക് 0.15 എന്ന് റൗണ്ട് ചെയ്യാം. 0.15 15 by 0.15 അപ്രോക്സിമേറ്റ്ലി ഒഴിവാക്കി കളയാം. ഇവിടെ ഒരു 100 വരും. 100 into g എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി thousands. Just below thousands. We can round off like that. അല്ലാതെ ഇത് ലെങ്തി ആയതുകൊണ്ട് ഒഴിവാക്കിയതല്ല കേട്ടോ. കാൽക്കുലേഷനൊക്കെ അവിടെ നിന്ന് നടത്താവുന്ന ആ രീതിയിലേ തരുള്ളൂ. 2 into 0.08, 0.16. 0.16 can be around as 0.15. 15 by 0.15, 100 into g. 100 into g, 980. And just below 980, 940 can be taken as the right answer. ഇക്വിലിബ്രിയത്തിൻ്റെ നെറ്റ് ഫോഴ്സ് 0 വരുന്ന നെറ്റ് ഫോഴ്സ് 0 എടുക്കും. നമ്മളത് റിസോൾവ് ചെയ്ത് നോക്കേണ്ടി വരും. ഇക്വിലിബ്രിയത്തിൻ്റെ 2-3 എക്സാമ്പിളുകളായില്ലേ. ഓക്കെ, ഇതും ഓൾറെഡി ചെയ്തവരുണ്ടാകും, ഫെമിലിയർ ആയവരുണ്ടാകും. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അതുമായിട്ട് ചെറിയ കണക്ഷനുണ്ട്. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. A disk of mass 10 gram is kept floating horizontally in air by firing bullets of mass 5 gram each at the rate of 10 per second. ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ഒന്നും അല്ല കേട്ടോ. ഒരു ഹൊറിസോണ്ടലായ ഒരു സർക്കുലർ ഡിസ്കിനെ മിഡ് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിർത്തിയിരിക്കുക ബൈ ഫയറിങ് ബുള്ളറ്റ്സ്. ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് മാത്രമല്ല, ബുള്ളറ്റ് ഫയർ ചെയ്തിട്ട് ബുള്ളറ്റ് റീബൗണ്ട് വിത്ത് സെയിം സ്പീഡ് എന്നാണ് പറയുക. ഐ മീൻ ഒരു MV എന്ന മൊമെൻറ്റത്തിൽ ബുള്ളറ്റ് എന്ന ഡിസ്കയിൽ ഇടിച്ചിട്ട് അതേ MVയിൽ റീബൗണ്ട് ചെയ്യുന്നു. MV ഈസ് ദ ഇനിഷ്യൽ മൊമെൻറ്റം, MV ഈസ് ദ ഫൈനൽ മൊമെൻറ്റം ഉണ്ടോ. ആൻഡ് ദർ എക്സിസ്റ്റ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ ദാറ്റ് ബുള്ളറ്റ്, ആൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം സപ്ലൈസ് എ ഫോഴ്സ്, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ഡിസ്ക്. And if that force can balance the weight of the disk, then it will be in equilibrium in mid-air. തിയറിയാണ്. ബുള്ളറ്റ് കൊടുക്കുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ഡിസ്കിൻ്റെ വെയ്റ്റിനോടെങ്ങാനും ഈക്വൽ ആണെങ്കിൽ, ബുള്ളറ്റ് കൊടുക്കുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ഡിസ്കിൻ്റെ വെയ്റ്റിനോടെങ്ങാനും ഈക്വൽ ആണെങ്കിൽ ഡിസ്ക് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം.
ഈ റീബൗണ്ടിങ് ബുള്ളറ്റിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. പ്ലീസ് നോട്ട് ദ ഫോർമുല. എഫ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൻ ഇൻറ്റു എം ഇൻറ്റു വി എന്നാണ്. ഇതങ്ങനെ ഒരു ബൈ ഹാർട്ട് ഇക്വേഷൻ ഒന്നും അല്ല കേട്ടോ. എം വി മൈനസ് എം വി ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഫൈനൽ മൈനസ് ഇനിഷ്യൽ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ലേ, സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ. എം വി മൈനസ് എം വി അല്ലേ, അത് എം വി മൈനസ് എം വി അല്ലേ, അത് 2 എം വി അല്ലേ. 2 എം വി ഇൻറ്റു എൻ, എൻ ഈസ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്സ്. Change in momentum into total number of bullets per second will give total change in momentum per second gives a force acting on the disc by the bullets. Note ചെയ്യാം. N is the number frequency ആണ്. I mean ഒരു സെക്കൻഡിൽ ബുള്ളറ്റിൽ ഇടിക്കുന്ന, ഒരു സെക്കൻഡിൽ ഡിസ്കയിൽ ഇടിക്കുന്ന ബുള്ളറ്റിൻ്റെ നമ്പർ n ആണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 2 times n ഇൻറ്റു എം ഇൻറ്റു വി എന്നെടുക്കാം. N is the number of bullets per seconds. 2 mv is a change in momentum of each bullet. So 2n mv gives change in momentum, total change in momentum by time taken or rate of change of momentum. And actually if this force is equal to the weight of the floating disk, floating disk in the weight, take it as capital Mg. If capital Mg can be balanced by this applied force by the bullets, then it will be in equilibrium horizontally in mid-air. I think some data, mass of the disk is given, mass of the bullet is given, and number rate is given, right? Mass of the disk is given, mass of the bullet is given, number rate is given. So V, the velocity with which the bullet is striking the disk is to be calculated. V is equal to capital M into G divided by 2 into N into M എന്ന് കിട്ടും. Capital M into G divided by 2 into N into M എന്ന് കിട്ടും. മിഡ് എയറിൽ, അന്തരീക്ഷത്തിൽ ഒരു ഡിസ്കിനെ തിയററ്റിക്കലി നമ്മൾ ഫ്ലോട്ട് ചെയ്യിക്കുന്നു യൂസിങ് ഫയറിംഗ് ബുള്ളറ്റ്സ്. ബുള്ളറ്റ് കൊടുക്കുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് എങ്ങാനും ഡിസ്കിൻ്റെ വെയ്റ്റിനോട് ന്യൂമറിക്കലി ഈക്വൽ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് ക്യാൻ ബി ബാലൻസ്ഡ്. ഇവിടെ ക്യാൻസലേഷനൊക്കെ വളരെ ഷോർട്ട് കട്ടാണ്. എന്നാണെന്നറിയോ, ഈ ഡിസ്കിൻ്റെ മാസ് 10 ഗ്രാമും ബുള്ളറ്റിൻ്റെ മാസ് 5 ഗ്രാമും ആണെങ്കിൽ ഇത് 5 ഗ്രാമാണ്, ഇത് 10 ഗ്രാമാണ്, ഇത് 2 ആണ്. 2 into 5 10, അത് പോയി. 2 into 5 10 ക്യാൻസൽ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഇല്ല. അതൊക്കെ എൻട്രൻസ് ട്രിക്കുകളാണ്. G by N. N is given as 10, G by 10. G by 10 means answer is 1 meter per second approximately. Right? And there is no such answer. 1 meter per second can be taken as 100 centimeter per second, and answer is simply 98 centimeter per second. If G is taken as 9.8, the correct answer is 98 centimeter per second. സ്റ്റെപ്പിൻ്റെ ആ ഒരു ഷോർട്ടേജ് നോക്കി, ഒന്നുമില്ല. ഞാൻ മാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. മാസ് ഓഫ് ബുള്ളറ്റ് 5 ഗ്രാം, 5 into 10, 10 ക്യാൻസൽ വിത്ത് മാസ് ഓഫ് ഡിസ്ക്. പിന്നെ G by N, N 10, G 10, 10 by 10, ആൻസർ ഈസ് approximately 1 meter per second, and option can be taken as 98 centimeter per second. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഉണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇക്വിലിബ്രിയം ഇല്ലേ, ഉണ്ട്. ഡിസ്കിൻ്റെ വെയ്റ്റും ബുള്ളറ്റ് ഡിസ്കിൽ കൊടുക്കുന്ന ഫോഴ്സും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കണം. പിന്നെ ഇവിടെ കറക്ഷൻ വരാവുന്ന ഈ 2 MV ഒക്കെ പിള്ളേർ മറന്നു പോകും. MV ഇനിഷ്യൽ മൊമെൻറ്റം, MV ഫൈനൽ മൊമെൻറ്റം, ദർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് MV മൈനസ് MV ഓർ ദാറ്റ് ഈസ് ഈക്വൽ 2 times MV ഇൻറ്റു N. ഫോഴ്സ് കിട്ടണമെങ്കിൽ ബൈ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വേണ്ടേ. അടുത്ത 2 ക്വസ്റ്റ്യന് മൊമെൻറ്റം കൺസർവേഷൻ. സെക്കൻഡ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലേ. F external is equal to dP by dt. And if F external equal to 0, dP by dt equal to 0 means P remains constant. ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിൻ്റെ ലീനിയർ മൊമെൻറ്റത്തിന് ചേഞ്ച് വരില്ല എന്നാണ്. ഗണ്ണിൻ്റെ റീകോയിൽ, റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷന്, ബോഡികൾ തമ്മിലുള്ള കൊളീഷന്, ശരിയല്ലേ, ബോഡികൾ തമ്മിലുള്ള കൊളീഷന്, അതുപോലെ എന്താ പറയുക,
എക്സ്പ്ലോഷൻ ഓഫ് എ ബോഡിയൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതെന്തുവാ? എക്സ്പ്ലോഷനാണ്. എ ബോഡി ഓഫ് മാസ് ഫോറം വിച്ച് ഈസ് ഇനിഷ്യലി എറ്റ് റെസ്റ്റിലായ ബോഡി എക്സ്പ്ലോഡ് ചെയ്യുന്നൊരു എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. ഫോറം മാസ്സാണ്, ഇനിഷ്യലി റെസ്റ്റാണ്. ഇതിനകത്ത് വെക്ടർ റേഡിയസിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ കയറി വരും. മൊമെൻറ്റം കൺസർവേഷൻ. ഫോറം ഈസ് ദ ടോട്ടൽ ഇനിഷ്യൽ മാസ്. 3 fragments, 2 of each mass m are moving perpendicular with a velocity v, means one can be along this line, a second can be along this line. So one mv is along this line, a second mv is along this line, and this angle is simply 90 degree since they are moving perpendicular, right? And to conserve a linear momentum, a third component must be along this line. Compulsory. Why? Initial momentum is 0. It is at rest. മൂന്നാമത്തെ പാർട്ട് ഈ രണ്ട് പേരുടെ റിസൾട്ടൻറ്റിനെ ബാലൻസ് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് ആക്ച്വലി 2m. വെലോസിറ്റി ഈസ് നോട്ട് ഗിവൺ. ടേക്ക് ഇറ്റ് ആസ് സം v dash. Please note the figure. And their resultant can be equated to 2m v dash since total momentum must be 0 after explosion. ഇനിഷ്യലി റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 2m ഇൻറ്റു v ഡാഷ് എന്ന് പറയുന്നത് mv റിസൾട്ടൻ്റ്, ദറ്റ് ഈസ് വെരി സിമ്പിൾ, √2mv യോട് ഈക്വൽ ആയിരിക്കണം. ആൻഡ് m ക്യാൻസൽസ്. ഐ തിങ്ക് v ഡാഷ് ഈസ് ഈക്വൽ ടു v ബൈ √. തേർഡ് പീസിൻ്റെ വെലോസിറ്റി അത് v ഡാഷ് v ബൈ √2വിനോട് ഈക്വലാണ്. തേർഡ് പീസിൻ്റെ വെലോസിറ്റി അത് v ഡാഷ് v ബൈ √2വിനോട് ഈക്വലാണ്. ഓക്കെ, ചോദ്യം എന്താണ്? തേർഡ് പീസിൻ്റെ മാസ് അല്ല, അതിൻ്റെ വെലോസിറ്റി അല്ല, അതിൻ്റെ മൊമെൻ്റം അല്ല, അതിൻ്റെ കൈനറ്റിക് എനർജി അല്ല. ടോട്ടൽ കൈനറ്റിക് എനർജി റിലീസ്ഡ് ഇൻ ദ എക്സ്പ്ലോഷൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടോട്ടൽ കൈനറ്റിക് എനർജി റിലീസ്ഡ് ഇൻ ദ എക്സ്പ്ലോഷൻ. അപ്പോൾ എന്താ പ്രത്യേക? കൈനറ്റിക് എനർജി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. വെറുതെ ആഡ് ചെയ്താൽ മതി. ആർക്കൊക്കെ കൈനറ്റിക് എനർജി ഉണ്ട്? ഇതിന് കൈനറ്റിക് ഉണ്ട് ½ mv² അല്ലേ? ഇതിന് കൈനറ്റിക് ½ mv² അല്ലേ? ഇതിൻ്റെ കൈനറ്റിക് ആണെങ്കിൽ നമ്മൾ ഹാഫ് എം അല്ല 2m, v² അല്ല v ഡാഷ് സ്ക്വയർ എടുക്കണം. അപ്പോൾ ടോട്ടൽ എനർജി കാണാൻ വേണ്ടിയാണ് നമ്മൾ മൂന്നാമത്തെ പീസിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചത്. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ½ mv² പീസ് നമ്പർ 1 പ്ലസ് ½ mv² സെക്കൻഡ് പീസ് ഈക്വൽ കൈനറ്റിക് എനർജി ആൻഡ് ഹാഫ് ഇൻറ്റു 2m into v dash square. V dash is actually v by √2, square is v² by 2. ½ mv² plus ½ mv² will give mv², mv² plus mv² plus mv² plus ½ mv². I think answer is 3 by 2 mv². ½ mv² plus ½ mv² mv² പ്ലസ് ഒരു 2 ക്യാൻസൽ ആയി പോയില്ലേ? പിന്നെ mv²ൻ്റെ ഹാഫ് അല്ലേ വരുള്ളൂ. mv² പ്ലസ് mv² ബൈ 2 വിൽ ഗീവ് 3 by 2 mv² എന്ന് കിട്ടും. ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ നെറ്റ് മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ലെങ്കിലും കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ട്. അതാണ് നെറ്റ് മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ലെങ്കിലും കൈനറ്റിക് എനർജി ചേഞ്ച്. ഇൻറ്റേർണൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം ഈവൻ ദോ ഇറ്റ് കനോട്ട് ചേഞ്ച് ദ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം. ഇൻറ്റേർണൽ ഫോഴ്സിന് കൈനറ്റിക്കിൻ്റെ ചേഞ്ച് വരുത്താൻ പറ്റുമെന്നാണ് പറയുക. ബട്ട് അതിനൊരു കാരണവശാലും മൊമെൻറ്റം ചേഞ്ച് വരുത്താൻ പറ്റുകയില്ലെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മൊമെൻറ്റം കൺസർവേഷന് മറ്റൊരു എക്സാമ്പിൾ. വാട്ട്സ് ദ ഡിഫറൻസ്? A body is fired with a velocity 200 meters per second at an angle 60 degree with horizontal. At the highest points, it explodes into 3 equal fragments. എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഈ എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഷെല്ല്, ഈ ബോഡി റെസ്റ്റിലല്ല. ഈ പരാബോളിക് പാത്തിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ എന്തോ പ്രത്യേകതയുണ്ട്. ബോഡി പൊസസ് sufficient momentum, and if m is the mass of the body, its momentum at the highest point is very simple, that is equal to mu cos theta. That gives
the initial momentum just before explosion, when the body just reaches the highest points. U is the velocity of projection, A is the point of projection, and theta is angle of projection. Actually, mass of the body is not given. ഈ പ്രോബ്ലം കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് ചെയ്യാറുണ്ട്. ആൻഡ് 3 ഈക്വൽ പാർട്സ്, 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുകയാണ് ചെയ്യുക. ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്സ്. അത് യു ആണ് കേട്ടോ. ഇനിഷ്യൽ വെലോസിറ്റി, ഐ മീൻ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനാണ്. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്സ്. ഓക്കെ. ആക്ച്വലി മൊമെൻറ്റം കൺസർവേഷൻ 3 പീസിൽ 1 falling vertically down with 100 meter per seconds. Seconds is going vertically up with 100 meter per seconds. ഒരാൾ m/3, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മാസ് 3m എന്നങ്ങ് ഗസ് ചെയ്യാം. ടോട്ടൽ മാസ് 3m ആണെങ്കിൽ ഇത് 3m × u cos തീറ്റയാണ്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ സിമ്പിളായ ആപ്ലിക്കേഷൻ. ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി യു കോസ് തീറ്റ ആയിരിക്കുമെന്നാണ്. ഒരു എം വീൽ ഇങ്ങോട്ട്, അടുത്ത എം വീൽ ഇങ്ങോട്ട്, ആൻഡ് ആക്ച്വലി ദേ ക്യാൻസൽസ്. വെർട്ടിക്കൽ മൊമെൻറ്റ് ക്യാൻസലായിപ്പോയി. മൂന്നാമതൊരു പീസുണ്ട്, അതിൻ്റെ മാസ് എം ആണ്. ടോട്ടൽ മാസ് 3m എടുത്തില്ലേ, ഇതിൻ്റെ മാസ് എം അല്ലേ, അതിൻ്റെ മാസ് എം അല്ലേ, ടോട്ടൽ 3m അല്ലേ, തേർഡ് പീസിൻ്റെ മാസ് എം അല്ലേ, അതിൻ്റെ വെലോസിറ്റി അറിയില്ല. ടേക്ക് ഇറ്റ് ആസ് വി ഡാഷ്. എം × വി ഡാഷ് എന്ന് പറയുന്നത് 3m × u cos തീറ്റയോട് ഈക്വൽ ആയിരിക്കണം. ആൻഡ് അഗെയിൻ ദർ ഈസ് ഓൺലി 1 സ്റ്റെപ്പ്. പ്രോബ്ലം ചെയ്യാൻ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം മതി. m × വി ഡാഷ് ഈക്വൽ 3mu cos തീറ്റ എന്നെടുത്താൽ മതി. ആരാ 3mu cos തീറ്റ? മൊമെൻറ്റം ജസ്റ്റ് ബിഫോർ എക്സ്പ്ലോഷൻ. ആരാ m × വി ഡാഷ്? മൊമെൻറ്റം ഓഫ് തേർഡ് പീസ്. അതെങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ m × വി ഡാഷ് ആണെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ്. വി ഡാഷ് ഈസ് വെരി സിമ്പിൾ. വി ഡാഷ് ഈസ് ഈക്വൽ ടു 3 × u, 200 × cos theta, cos 60, cos 60. I think angle of projection is 60 degree, cos 60 is 1/2. And v dash is equal to 300 meter per seconds. And 2 answers. 300 meter per second in the horizontal direction and 300 meter per second in the direction 60 degree. ഞാൻ എങ്ങോട്ടാ പോകുന്ന അറിയില്ലെന്ന് പറഞ്ഞു, പക്ഷേ അറിഞ്ഞേ പറ്റുള്ളൂ. Initial momentum must be equal to final momentum. These two fragments cancels. Initial momentum, final momentum equal ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയാൽ പോരാ, ഡയറക്ഷൻ ഈക്വൽ ആകണം. Initial momentum is perfect horizontally since the body is at the topmost point of the parabolic path. Initial momentum horizontally ആണ്, ഫൈനൽ ഹൊറിസോണ്ടൽ ആയിരിക്കണം. ദർ ഇസ് നോ ഒബ്ജെക്ഷൻ, സോ യു ക്യാൻ ചൂസ് ദ സെക്കൻഡ് ചോയ്സ് ആസ് ദ കറക്റ്റ് ആൻസർ. 300 കാൽക്കുലേഷൻ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഇനിഷ്യൽ മൊമെൻറ്റം ജസ്റ്റ് ബിഫോർ എക്സ്പ്ലോഷൻ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ദ third piece just after explosion. Its mass is taken as m, velocity is not given, take it as some v dash. Since initial momentum is perfect horizontally, final momentum must be horizontally. So answer is 300 meter per second in the horizontal direction. Okay. രണ്ട് ടൈപ്പ് മൊമെൻറ്റം കൺസർവേഷൻ ചെയ്തില്ലേ? ഐ മീൻ റെസ്റ്റിലായ ബോഡിയും ചെയ്തു, മൂവ്മെൻറ്റിലായിരിക്കുന്ന ബോഡി എക്സ്പ്ലോർ ചെയ്യുന്ന കേസ്. രണ്ട് പോസിബിലിറ്റിയാണ്, രണ്ട് ടൈപ്പ് ഓരോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു കേട്ടോ. ഹൊറിസോണ്ടലായ ഒരു ഇനിഷ്യൽ മൊമെൻ്റ് ഉള്ള ബോഡി ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്നു എന്നാണ്. നമുക്ക് ഫ്രിക്ഷൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഫ്രിക്ഷൻ, ബേസിക്കലി ഫ്രിക്ഷനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഗ്രാവിറ്റി വെച്ച് ഇഷ്ടംപോലെ കേസ് വന്നു, നോർമൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ വന്നു, ശരിയല്ലേ, ടെൻഷൻ്റെ ആപ്ലിക്കേഷൻ വന്നു. നമ്മൾ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ റയർ സിറ്റുവേഷനാണ് ചോദിക്കാം കേട്ടോ. അത് പിന്നെ എനർജിയുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരും, ഓസിലേഷൻ്റെ കൂടെ വരാം. എന്താ പ്രത്യേകത? നമ്മൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ഡിവിഷൻ അറിയാൻ വേണ്ടി ഒരു സിമ്പിളായ ബേസ് ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഓഫ് മാസ് 60 kilogram ഈസ് ഡ്രാഗ്ഡ് വിത്ത് ജസ്റ്റ് ഇനഫ് ഫോഴ്സ്. അത് ടേണിംഗ് പോയിന്റ്. ജസ്റ്റ് ഇനഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് തുടങ്ങാൻ ആവശ്യമായ മിനിമം ഫോഴ്സ്. ആൻഡ് ദർ ഇസ് ഓൾവേസ് ഈക്വൽ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓൺ ദാറ്റ് ബോഡി.
അതാണ്. അത്രയെങ്കിലും കൊടുത്താൽ ഈ പ്രോഗ്രാം തുടങ്ങിക്കിട്ടുള്ളതാണ്. മൂവ്മെൻറ്റ് തുടങ്ങാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ബോഡിയിലുള്ള ഫ്രിക്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂട് ഈക്വൽ ആയിരിക്കണം. പിന്നെ ബോഡി മൂവ്മെൻറ്റിലായി കഴിഞ്ഞാൽ ബോഡിയിൽ ആരേ ഉള്ളൂ, കൈനറ്റിക് ഫ്രിക്ഷനേ ഉള്ളൂ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് μs ഇൻറ്റു എൻ അല്ലേ. കൈനറ്റിക് ഫോർമുല എന്ന് പറയുന്നത് μk ഇൻറ്റു എൻ അല്ലേ. മ്യൂസ് ഇൻറ്റു അല്ലേ, മ്യൂസ് എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ, μk കോയിഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ. ഇത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്ത് മൂവ്മെൻറ്റിലായി കഴിഞ്ഞാൽ ബോഡിയിൽ ഒപ്പോസിങ് ഫോഴ്സ് ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൺ അപ്ലൈയിങ് ദ സെയിം ഫോഴ്സ്, മൂവ്മെൻറ്റ് തുടങ്ങാൻ ആവശ്യമായി എത്ര കൊടുത്തോ ആ ഫോഴ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ബോഡിയിൽ. ആൻഡ് നൗ ദ ഒപ്പോസിങ് ഫോഴ്സ് ഈസ് μk into n. Why? Friction on the body is still kinetic. And how will you calculate acceleration? Acceleration is equal to net unbalanced force by total mass അല്ലേ. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എടുക്കുക, അപ്ലൈഡ് ഫോഴ്സ് μs ഇൻറ്റു എൻ അല്ലേ, ഒപ്പോസിങ് ഫോഴ്സ് μk ഇൻറ്റു എൻ അല്ലേ, ഡിവൈഡ് ബൈ മാസ് ഓഫ് ദ ബോഡി അല്ലേ. ദാറ്റ്സ് ഓൾ. ഞാനൊരു ഫിഗർ പോലും വരച്ചില്ല. ഒരു ബോഡിയിൽ കൊടുത്ത ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനോട് ഈക്വൽ ആണ്. ബോഡി മൂവ്മെൻറ്റിലായി കഴിഞ്ഞതിന് ശേഷവും നമ്മളത് അപ്ലൈ ചെയ്യുവാണ്. ആ സമയത്ത് ബോഡിയിലുള്ളത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ നെറ്റ് അൺബാലൻസ് ഫോഴ്സ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. And since the surface is horizontal, then n can be taken as mg. That is very simple. n can be replaced by mg. n mg which replace ചെയ്യാം. So a is equal to μs into mg minus μk into mg divided by m. m cancels. Answer is very simple. g into μs minus μk. അപ്പോഴും ഒരു സ്റ്റെപ്പിൽ ഉത്തരം കിട്ടി. അതാണ് എന്നിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് മ്യൂസ് ഇസ് ഗിവൺ ആസ് 0.5, μk 0.4, 0.5 minus 0.4, 0.1 into g, 0.1 into g, 0.1 into g means answer is 0.98, 0.98 meter per second square is the right answer. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതൊക്കെ ഓൾറെഡി പിള്ളേർ ചെയ്തിട്ടുണ്ടാവും. കാരണം ബേസിക് ക്വസ്റ്റൻ ഫ്രിക്ഷൻ്റെ ബേസാണ് എടുത്തത്. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ലിമിറ്റിംഗ് ഫ്രിക്ഷനോട് ഈക്വലായ ഫോഴ്സെങ്കിലും അപ്ലൈ ചെയ്താലേ ആ ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ ബോഡിക്ക് സഫീഷ്യൻ്റ് ആക്സലേഷൻ ഉണ്ടാകും. കാരണം ബോഡിയിലെ ഫ്രിക്ഷൻ ജസ്റ്റ് റെഡ്യൂസ് ചെയ്യും, കൈനറ്റിക് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. സോ അപ്ലൈഡ് ഫോഴ്സിനേക്കാളും കുറഞ്ഞ ഒപ്പോസിങ് ഫോഴ്സ് വരുമ്പോൾ ദർ ഈസ് എ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ബോഡി വിൽ മൂവ് വിത്ത് എ സഫീഷ്യൻ്റ് ആക്സിലറേഷൻ. And that acceleration is equal to net unbalanced force by total mass. Upward force minus frictional force ആണ് എടുക്കേണ്ടത്. We can do one more problem based on friction. ഏത് ബുക്ക് എടുത്താലും കാണുന്ന കോമൺ ആയ ഒരു ഐറ്റം അല്ലേ, ഒരു ചെയിന് സർഫസിൽ സ്ട്രിപ്പ് ചെയ്യാതെ വെച്ചിരിക്കുന്നു. ആൻഡ് എ ഫ്രാക്ഷൻ ഈസ് ഹാങ്ങിങ് ഫ്രം ദി എഡ്ജ് ഓഫ് ദ ടേബിൾ സർഫസ്. ഇത് സിമ്പിളാണെങ്കിലും സ്റ്റെപ്പ് കൂടാതെ ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ്. സിമ്പിളായിട്ട് some portion is hanging vertically and second portion is on the surface of the table. Here m1g, the weight of the second portion is m2g and normal contact force is n. m1g the weight of the hanging portion, m2g the weight on the surface, n is the normal force and limiting equilibrium means the frictional force acting on this body, this portion is simply equal to some mu into n. Limiting equilibrium, we can equate m1g and mu into n. m1g and mu into n. That's all. Just begins to slide, shows a tendency to slide എന്നൊക്കെ പറയുമ്പോൾ അത് ലിമിറ്റിംഗ് ആണ്. mu into n ലെ n m2g ആണ്. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. m1g is equal to mu into m2g എന്നല്ലേ. g cancels. mu is to be calculated. mu is equal to m1 by m2 എന്ന് കിട്ടും. അടുത്തത് m1 by m2 കണ്ട് ബ്ലോക്ക് ആകാൻ പാടില്ല. why? ആൻസർ ഇൻ ടേംസ് ഓഫ് ലെങ്ത്. ലെങ്തിൻ്റെ
ടേമിലാണ്. അത് ടേണിംഗ് പോയിൻ്റാണ്. ഐ മീൻ ഹാങ്ങിങ് പോർഷൻ്റെ ലെങ്ത് എക്സ് ആണെങ്കിൽ റിമൈനിങ് പോർഷൻ്റെ ലെങ്ത് എൽ മൈനസ് എക്സ് അല്ലേ? പിള്ളേർ M1/M2 വെറുതെ മാസ് ബൈ യൂണിറ്റ് ലെങ്ത് ഒക്കെ എടുത്ത് ലീനിയർ ഡെൻസിറ്റി ഒക്കെ വെച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിനുള്ളതില്ല. സിംപ്ലി M1/M2 ക്യാൻ ബി ടേക്കൺ ആസ് എക്സ് ബൈ എൽ മൈനസ് എക്സ്. പ്ലീസ് നോട്ട് ദ റിസൾട്ട്സ്. മാസ് റേഷ്യോ ഈസ് ഓൾവേസ് ഈക്വൽ ടു ലെങ്ത് റേഷ്യോ. അത് ഷോർട്ട് മെത്തേഡാണ്. ലീനിയർ ഡെൻസിറ്റി ഇക്വേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി മെത്തേഡ് അതാണ്. യൂണിഫോം ചെയിൻ ആണെങ്കിൽ മാസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലെങ്ത് റേഷ്യോ. Hanging portion mass by mass of the remaining portion is equal to length of the hanging portion by its length. And answer is very simple, x by L minus x. Fourth option is the right answer. Based on friction, based on equilibrium. Friction ഉള്ള സർഫസിലെ ഇക്വിലിബ്രിയമാണ്. മാസിൻ്റെ റേഷ്യോ ആവശ്യപ്പെട്ടാൽ ലെങ്തിൻ്റെ റേഷ്യോ എടുത്താൽ മതി എന്നാണ് പറയുക. ചെയിൻ യൂണിഫോം ആയിരിക്കണം കേട്ടോ. നമുക്ക് നോർമലി നോൺ യൂണിഫോം ചെയിൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലെങ്തിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്തിൻ്റെ വേരിയേഷൻ തരണം, അല്ലാതെ എടുക്കാൻ പറ്റുകയില്ല. ഇക്വിലിബ്രിയത്തിൻ്റെ സിമ്പിളായ എക്സാമ്പിളാണ് 24. നമ്മൾ ഫ്രിക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വരാവുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായ വോളയിൽ ഒരു ബോഡിയൊക്കെ ചേർത്ത് വെക്കുന്ന ഫിഗർ ചോദിക്കാറുണ്ട്. ഹൊറിസോണ്ടൽ സർഫസിലെ ഫ്രിക്ഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു ഇല്ലേ? ഇൻക്ലൈൻ സർഫസിൻ്റെ വരുന്നു. ഇത് വെർട്ടിക്കൽ സർഫസാണ്. സിംപ്ലി ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺ ആൻഡ് ഇഫ് ദർ ഇസ് നോ അതർ ഫോഴ്സ് ഇറ്റ് വിൽ ഫാൾ ഫ്രീലി, നോ ഡൗട്ട്സ്. സർഫസ് എത്ര റഫാണെങ്കിലും ഈ ബോഡി ഫാളിങ് ഫ്രീലി ആയിരിക്കും, since there is no contact force. And if a horizontal external force is applied on the body, what happens practically? ഞാൻ ബോഡിയിൽ പുഷ് ചെയ്യുമ്പോൾ ബോഡി വോളിലേക്ക് നോർമലി ഒരു ഫോഴ്സ് കൊടുക്കും, തിരിച്ച് വോള് റിയാക്ട് ചെയ്യും. It's again equal to N. They are equal and opposites acting on wall and body. And this normal force is numerically equal to F, since there is no horizontal acceleration for that body. അതാണ്. ഈ ബോഡിക്ക് ഹൊറിസോണ്ടലി എ ഇല്ലാത്തതിനാൽ എഫ് എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് നൗ ദ ബോഡി ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വോൾ ആൻഡ് ഇഫ് ദർ ഇസ് എ ടെൻഡൻസി ടു സ്ലിപ്പ് ദെൻ ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് വെർട്ടിക്കലി അപ്പ്. ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ആക്ടിങ് എഗൻസ്റ്റ് ദ റിലേറ്റീവ് സ്ലിപ്പിംഗ് ഓഫ് ദ ബോഡി. സ്ലിപ്പിംഗ് ടെൻഡൻസി താഴേക്കാണെങ്കിൽ ഫ്രിക്ഷന് വരാവുന്ന ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് μ/n ആണ്. ഇതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. Then you can read a mass of capital M is held against a rough wall by pressing it with a finger, and this force is given by this line. The coefficient of friction is mu. Acceleration due to gravity is g. Minimum F needed to support this body against that vertical wall. Minimum F needed. What do you mean by that? F in the minimum value. സപ്പോർട്ടിംഗ് ഫോഴ്സ് mg എന്ന് പറയുന്നത് μ/n ഈക്വലെങ്കിലും ആകണം. mg ലീഡ് ചെയ്താൽ ബോഡി റിലേറ്റീവ്ലി സ്ലിപ്പ് ചെയ്തിരിക്കും. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. μn ക്യാൻ ബി ഇക്വേറ്റഡ് ടു mg. മിനിമം എന്ന അപ്രോച്ച് ഉള്ളത് കൊണ്ടാണ് μ/f ക്യാൻ ബി ഇക്വേറ്റഡ് ടു mg ഓർ F ഈസ് ഈക്വൽ mg ഡിവൈഡഡ് ബൈ μ എന്ന് കിട്ടും. ക്യാപിറ്റൽ M ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻസർ ഈസ് വെരി സിമ്പിൾ. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. വെർട്ടിക്കലായ സർഫസിൽ ഒരു ബോഡിയെ ഫിംഗർ ഉപയോഗിച്ച് ഒരാൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾ ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സ്, ബോഡി വോളിൽ കൊടുക്കുന്ന ഫോഴ്സ്, വോളിൻ്റെ റിയാക്ഷൻ ഫോഴ്സ്, ദേ ആർ ന്യൂമറിക്കലി ഈക്വൽ. ആൾ കൊടുത്ത ഫോഴ്സും ബോഡി വോളിൽ കൊടുത്ത ഫോഴ്സും വോളിൻ്റെ റിയാക്ഷനും എല്ലാം ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. ആൻഡ് ബോഡി ഈസ് ഇൻ കോണ്ടാക്ട് മീൻസ് there exists friction. And what about the direction of friction? Slipping tendency is along the line of mg. So μn is vertically up. And if this μn balances mg, it will be in equilibrium. Minimum എന്ന് ചോദിച്ചാൽ ഇക്വേറ്റ് ചെയ്യാം. mg ആണ് ലീഡിങ് എങ്കിൽ it will slide along the surface. ഫ്രിക്ഷൻ്റെ സിമ്പിളായ മറ്റൊരു അപ്രോച്ച് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതൊരു കണക്റ്റഡ് സിസ്റ്റമാണ് ഫ്രിക്ഷനകത്ത് വരാം.
എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 3 masses M1, M2, M3. ഈ M1, M2, M3 എന്ന് തന്നാലും ഫൈനലി M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M3 ഈക്വൽ ടു M എന്നൊരു സിമ്പിൾ സ്റ്റെപ്പ് തന്നിട്ടുണ്ടേ. അത് ഡയഗ്രാം വരച്ചാലേ ക്ലിയർ ആവുള്ളൂ. ഇതിൽ M2 and M3 are on a rough horizontal at table and M1 is hanging freely എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സർഫസ് ഒരു ടേബിൾ സർഫസ് ഒക്കെ വെച്ചിട്ടുള്ള ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ട് ഡയഗ്രാം ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. 2 blocks are on the surface and third one is actually hanging freely. ഇതൊരു പുള്ളി സിസ്റ്റം പോലെ എടുക്കാം അല്ലേ. ഒരു സ്ട്രിങ്ങിൻ്റെ ഫ്രീ എൻഡിൽ മൂന്നാമത്തെ ബോഡി ഇങ്ങനെ ഹാങ് ചെയ്യുന്നതായിട്ടാണ്. തേർഡ് ബോഡി ഈസ് ഹാങ്ങിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് ലൈക്ക് ദിസ്. ഇവർ തമ്മിൽ ഒരു സ്ട്രിങ് വഴി കണക്ട് ചെയ്തിരിക്കും, അത്രയേ ഉള്ളൂ. ഓരോ ബോഡിക്കും ഫ്രീ ബോർഡ് ഡയഗ്രാമൊക്കെ വരച്ച് ടെൻഷനൊക്കെ മാർക്ക് ചെയ്തൊന്നും ഒരിക്കലും സ്റ്റെപ്പ് വലുതാക്കാൻ പാടില്ല. ദ വെയിറ്റ് ഓഫ് ദ ഹാങ്ങിങ് ബോഡി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺ, mg. രണ്ടും റഫ് സർഫസ് അല്ലേ. ഇവിടെ ഒരു മ്യൂ ഇൻറ്റു എൻ, ഒരു മ്യൂ ഇൻറ്റു എൻ, രണ്ടും റൈറ്റിലേക്ക് ആക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. മ്യൂ ഇൻറ്റു എൻ, മ്യൂ ഇൻറ്റു എൻ, mg. സിസ്റ്റം ഒന്നിച്ചെടുക്കുമ്പോൾ ഒരിക്കലും ടെൻഷൻ എടുക്കാൻ പാടില്ല. ടെൻഷൻ ഇൻറ്റേർണൽ എഫക്റ്റാണ് കേട്ടോ. ആക്സിലറേഷനാണ് വേണ്ടതെങ്കിൽ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ A is equal to mg minus 2 mu into n divided by 3m എന്നെടുക്കണം. ഒരു കണക്റ്റഡ് ബോഡിയിലും ഒരു സിസ്റ്റത്തിലും ഞാൻ ഒരിക്കലും ഫ്രീ ബോഡി സെപ്പറേറ്റ് എടുത്തിട്ടേ ഇല്ല. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ വെയിറ്റ് ഓഫ് ദ ഹാങ്ങിങ് ബോഡി മൈനസ് ഫ്രിക്ഷൻ ഓൺ ബോത്ത് ബോഡീസ്, അതാണ് നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ mu n മൈനസ് mu n മീൻസ് മൈനസ് 2 mu n എന്ന് കിട്ടും. വലിയ പ്രോബ്ലം, 3 ബോഡികൾ, 2 സ്ട്രിങ്, പുള്ളി, ടേബിൾ സിസ്റ്റം എല്ലാം കൂടെ കൂടി റഫായ ഗ്രൗണ്ട് എടുക്കുമ്പോൾ ഇറ്റ്സ് ഫൗണ്ട് ബി സോ ലെങ്തി. ബട്ട് അഗെയിൻ ദർ ഇസ് ഓൺലി 1 സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യണമൊന്നുമില്ല. ഇറ്റ്സ് എൻ എന്ന് പറയുന്നത് ഈ ബ്ലോക്കിൻ്റെ വെയിറ്റ് അല്ലേ. എല്ലാ ബ്ലോക്കിനും ഒരേ വെയിറ്റ് അല്ലേ. അപ്പോൾ 2 ബ്ലോക്കിൽ ഒരേ എൻ അല്ലേ. അപ്പോൾ എൻ mg അല്ലേ, നോ ഡൗട്ട്സ്. എന്നിന് mg ഇട്ടാൽ ഇവിടെ mg വരും, m കോമൺ വെട്ടിപ്പോകും. So simple answer A is equal to mg minus 2 mu mg divided by 3m എന്ന് കിട്ടും. m ക്യാൻസൽ ആയി പോകും. ഒരു സ്റ്റെപ്പ്, ഒരു മോഡിഫിക്കേഷൻ. 3 ബോഡികളും 2 സ്ട്രിങ്ങും ഒരു പുള്ളിയും ഒരു ടേബിളൊക്കെ അടങ്ങുന്ന വലിയ സിസ്റ്റത്തിൽ ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ മാസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയതാണ്. ആൻഡ് സർഫസ് റഫ് ആണെങ്കിലും ഫ്രിക്ഷനെ കൂടെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കൂട്ടിച്ചേർക്കുന്നു. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പഠിപ്പിച്ചത് ഫ്രീ ബോഡി ഡയഗ്രത്തിലെ ഫിസിക്കൽ MA വെച്ച് എല്ലാം ചെയ്യാവുന്നതാണ്. സ്കൂൾ ലെവലൊക്കെ നമ്മൾ പറയുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പിള്ളേർ ചോദിക്കും, സാറേ ഫ്രിക്ഷനൊക്കെ വരികയില്ലേ, ഫ്രിക്ഷൻ വന്നാൽ എന്താ, ഗ്രാവിറ്റിയെ മാർക്ക് ചെയ്യണം, നോർമൽ റിയാക്ഷൻ മാർക്ക് ചെയ്യണം, ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യണം, 4ാമത് ഫ്രിക്ഷനെ കൂടെ മാർക്ക് ചെയ്തിട്ട് നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രിക്ഷനെ കൂടെ മൈൻഡ് ചെയ്യണം. ബട്ട് ടെൻഷൻ മൈൻഡ് ചെയ്യേണ്ട. വൈ? ടെൻഷൻ ഇൻറ്റേർണൽ എഫക്റ്റാണ്. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇത് ഓപ്ഷൻ, ഐ തിങ്ക് ആൻസർ ഈസ് 3rd ഓപ്ഷൻ. G പുറത്ത് ചാടും, M ക്യാൻസൽ ആയി പോകും. സോറി, 3rd ഓപ്ഷൻ അല്ല, 2nd ഓപ്ഷൻ. ബൈ 3m അല്ലേ വരിക, താഴെ 3 വരും. G ഇൻറ്റു 1 മൈനസ് 2 mu ഡിവൈഡ് ബൈ 3 എന്നാണ് കിട്ടുക. ഓക്കെ, ചെയ്തവർക്കൊന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. സ്റ്റെപ്പ് ഒരുപാടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, ടെൻഷൻ്റെ മാർക്കിംഗ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഒരു ഫ്രിക്ഷൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഹൊറിസോണ്ടൽ അല്ലാതെ, വെർട്ടിക്കൽ അല്ല. ഹൊറിസോണ്ടൽ ചെയ്തില്ലേ, വെർട്ടിക്കൽ ചെയ്തില്ലേ, കണക്റ്റഡ് ബോഡി ചെയ്തില്ലേ, അതല്ലാതെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ അപ്പർ ഹാഫ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ്
perfectly smooth, while the lower half is rough. A body starting from the top at rest will again comes to rest at the bottom if the coefficient of friction for the lower half is given by inclination is theta. Very good situation. ഒത്തിരി ലെങ്തി ആയിട്ട് തോന്നാവുന്ന, വീണ്ടും ഒരു സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐഡിയ. ഞാൻ ഈ സർഫസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഹാഫ് ഈസ് സിംപ്ലി പെർഫെക്റ്റ്ലി സ്മൂത്ത്, ലോവർ ഹാഫ് ഈസ് റഫ് എന്ന് പറഞ്ഞിരിക്കും. ഞാനൊരു ചെറിയ ബോഡി എവിടെ വെച്ചാൽ ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് 0. നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ ഇറ്റ് വിൽ സ്ലൈഡ് along the surface with an acceleration g sin theta, and on reaching the first half it possesses some velocity and its acceleration is g sin theta. ഞാൻ A1 എന്നതിനെ വിളിച്ചു. Okay, and this surface is perfectly smooth. There is no non-conservative force acting on the body. Energy remains constant. And what happens in the second half? Second half like നമുക്കറിയാം surface is rough and body is slipping along this line. Friction അങ്ങോട്ട് ആക്ട് ചെയ്യും and friction is leading. Then what happens? Velocity decreases to 0 and acceleration in the second case is very direct, g into sin theta minus mu cos theta എന്നാണ്. നമുക്കതിൻ്റെ ഡെറിവേഷൻ തരാൻ പറ്റുകയില്ല. ഫ്രിക്ഷൻ ഉള്ള സർഫസിൽ കൂടെ സ്ലിപ്പ് ചെയ്യുന്ന ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g into sin theta minus mu cos theta. അത് നെറ്റ് ഫോഴ്സ് ബൈ മാസ് എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ. ആൻഡ് ഇഫ് ദ സർഫസ് ഈസ് സ്മൂത്ത്, mu can be taken as 0 and answer is simply g sin theta. സ്മൂത്ത് ആണെങ്കിൽ g sin theta, റഫ് ആണെങ്കിൽ g into sin theta minus mu cos theta ആണ്. And theta is the angle of inclination. Theta is the angle of inclination. Okay. ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇക്വേഷനും അതിൻ്റെ സിംപ്ലിഫിക്കേഷനും സൊല്യൂഷനും ഒക്കെ ഫെയിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ബട്ട് ദർ ഇസ് എ ട്രിക്കി മെത്തേഡ്. എന്താണ്? 0 തുടങ്ങുന്നു, v വരുന്നു, വീണ്ടും 0 പോകുന്നു എന്നാണ്. In the first half and second half is actually rough. Second half-ൽ friction ഉണ്ട്. But displacement സെയിം അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് സെയിമാണ്. ഐ മീൻ ഇവിടുന്ന് ഇവിടം വരെ എക്സ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എക്സ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം അല്ലേ? ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി സെയിമാണ്. ഇത് u മുതൽ 0 മുതൽ v വരെയാണെങ്കിൽ അത് v മുതൽ 0 വരെയാണ്. ഐ മീൻ ചേഞ്ച് ഇൻ വെലോസിറ്റി റിമെയിൻസ് സെയിം ഇൻ ബോത്ത് കേസസ്. Displacements are also same. Change in velocities are same. Displacements are also same. നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ഓർത്ത് നോക്കിയാൽ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2ax എന്ന ഫോർമുല ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും v സ്ക്വയർ മൈനസ് യു സ്ക്വയർ സെയിം അല്ലേ? ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും 2ഉം എക്സും സെയിം അല്ലേ? And what is the conclusion? Therefore, acceleration in the first case is numerically equal to that in the second case. അതാണ് സ്ട്രൈറ്റ് ലൈൻ മോഷൻ അപ്രോച്ചിൽ ഫസ്റ്റ് കേസിലെ ചേഞ്ച് ഇൻ വെലോസിറ്റിയും സെക്കൻഡ് കേസിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി സെയിം ആണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ രണ്ട് കേസിലും സെയിം ആണ്. എക്സ് സെയിം ആണ്, 2 സെയിം ആണ്. സോ ആക്സിലറേഷൻ സെയിം ആയി പറ്റൂ. ബട്ട് ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ, ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കണം. വൈ? ഫസ്റ്റ് കേസിൽ വെലോസിറ്റി കൂടുവാണ്, സെക്കൻഡ് കേസിൽ വെലോസിറ്റി കുറയുവാണ്. സോ സിംപ്ലി യു ക്യാൻ ഇക്വേറ്റ് A1 ഈസ് ഈക്വൽ ടു -8. A1 ഈസ് ഈക്വൽ ടു -A2. ആക്സിലറേഷൻ ന്യൂമറിക്കലി ഈക്വൽ ആണ്. A1 ഈസ് ഈക്വൽ ടു -A2 എന്നെടുക്കാം. ഫസ്റ്റ് കേസിലെ ആക്സിലറേഷൻ A1 എന്നെടുക്കുന്നു. അത് g sin തീറ്റയാണ് സിൻസ് സർഫസ് ഈസ് സ്മൂത്ത്. സെക്കൻഡ് കേസിലെ ആക്സിലറേഷൻ A2 എന്നെടുക്കുന്നു. സർഫസ് റഫാണ്. g into sin theta minus mu cos theta. Change in velocities are same in both cases. Displacements are same in both cases. So magnitudes of acceleration must be same. ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണമെന്നാണ് പറയുക. A1 ഈസ് ഈക്വൽ -A2 ആണ്. സോ g sin theta ഈസ് ഈക്വൽ ടു
minus of g into sin theta minus mu cos theta എന്ന് കിട്ടും. a1 is equal to a2 എന്നല്ല, a1 is equal to minus a2 ആണ്. And g sin theta is equal to minus g sin theta plus mu g cos theta അല്ലേ. On rearranging g sin theta plus g sin theta, 2g sin theta is equal to mu g cos theta എന്ന് കിട്ടും. 2g sin theta is equal to mu g cos theta. g cancels. നമുക്ക് വേണ്ടത് സെക്കൻഡ് ഹാഫിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ. സെക്കൻഡ് ഹാഫിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ മ്യൂ അല്ലേ വേണ്ടത്. മ്യൂ ഈസ് ഈക്വൽ ടു 2 sin theta by cos theta എന്ന് കിട്ടും. മ്യൂ ഈക്വൽ ടു 2 sin theta by cos theta എന്ന് കിട്ടും. mu equal to 2 sin theta by cos theta. Answer is 2 tan theta for that question. 2 tan theta എന്ന് കിട്ടും. നമ്മൾ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഏറ്റവും സെലക്റ്റീവ് ആയ ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ ബി സ്ക്വയർ ഇക്വൽ യു സ്ക്വയർ പ്ലസ് 2as എടുക്കാം. സർഫസ് റഫ് ആണെങ്കിലും ആ ഫോമിൽ അപ്ലൈ ചെയ്യാം. ആക്സിലറേഷൻ യൂണിഫോമാണ് രണ്ട് കേസിലും. ഒരു കേസിൽ ആക്സിലറേഷൻ ജി സൈൻ തീറ്റയാണ്, സെക്കൻഡ് കേസിൽ അത് ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി സെയിം ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്, ആക്സിലറേഷൻ ന്യൂമറിക്കലി ഈക്വൽ ആണെന്നാണ്. ഓക്കെ, നമുക്ക് ഫ്രിക്ഷൻ്റെ ഒരുപാട് പ്രോബ്ലം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ കളക്ട് ചെയ്തതിന് കൃത്യമായൊരു ഓർഡർ ഉണ്ടായിരുന്നേ. ആ കേസുകൾ മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് പേര് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ എൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. അവർക്കൊക്കെ പ്രത്യേക അനുമോദനങ്ങളുണ്ട്. ഞാൻ അവരോട് തീർച്ചയായിട്ടും ആരൊക്കെ ചെയ്തു, എത്ര കറക്റ്റാക്കി എന്ന് ചോദിക്കാനുള്ള ചാൻസ് കിട്ടിയില്ല. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ ആദ്യം എടുത്ത് വെറുതെ ഫിസിക്കൽ MAയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ 1-2 പ്രോബ്ലം ചെയ്തു. രണ്ടാമത് ഇമ്പൾസ് വെച്ച് 2-3 പ്രോബ്ലം ചെയ്തു, ഇല്ലയോ? പിന്നീട് മോഷൻ ഓഫ് എ ബോഡി ഇൻസൈഡ് ലിഫ്റ്റിൻ്റെ 1-2 കേസ് ചെയ്തു. പിന്നീട് നമ്മൾ കണക്റ്റഡ് ബോഡി അതിൻ്റെ 2-3 പ്രോബ്ലം ചെയ്തു. പിന്നെ കോണ്ടാക്റ്റ് ഫോഴ്സുകളുടെ സിറ്റുവേഷൻ ചെയ്തു. ഓക്കെ അല്ലേ? പിന്നെ പുള്ളി സിസ്റ്റത്തിന് 1-2 എക്സാമ്പിൾ ചെയ്തു. ഇക്വിലിബ്രിയത്തിൻ്റെ സിറ്റുവേഷൻ ചെയ്തു. ഓക്കെ, പിന്നെ മൊമെൻറ്റം കൺസർവേഷൻ്റെ 2 മെയിൻ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്തു. മൊമെൻറ്റം കൺസർവേഷൻ. പിന്നീട് ഫ്രിക്ഷൻ്റെ എക്സാമ്പിൾ എടുത്തപ്പോൾ ബേസിക് ഐഡിയ വെച്ചൊരു പ്രോബ്ലം ചെയ്തു. ഹൊറിസോണ്ടൽ സർഫസ് വെച്ചൊരു പ്രോബ്ലം ചെയ്തു. കണക്റ്റഡ് ബോഡി വെച്ചൊരു പ്രോബ്ലം ചെയ്തു. ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ചെയ്തു. ഇത്രയും ഐഡിയാസാണ്. എല്ലാ ഏരിയയും ഒരുവിധം നമ്മൾ പ്രോബ്ലത്തിലൂടെ കവർ ചെയ്തു. തിയറി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ചില ഇക്വേഷൻസൊക്കെ അറിയാം എന്ന കോൺസെപ്റ്റിൽ കടന്നു പോവുകയാണ് ചെയ്തത്. ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് അനുമോദനങ്ങൾ. എന്തെങ്കിലും കോൺസെപ്റ്റിലോ തിയറിയിലോ പ്രോബ്ലം ചെയ്ത മെത്തേഡിലോ നിങ്ങൾ ചെയ്ത മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നുവാണെങ്കിൽ അത് ഫോൺ നമ്പർ വഴി കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും സഹായിച്ചിരിക്കും. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത JEE എക്സ്പ്രസിൻ്റെ ക്ലാസ് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.